അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു സത്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയുടെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസി ഇസ്ലാമിലേക്ക് എത്തിയ അവിശ്വസനീയമായിട്ടില്ലെങ്കിൽ അതിസാഹസികമായിട്ടുള്ള ആ ചരിത്രം. ഇപ്പൊ പ്രവാചക സല്ലല്ലാഹു അനുചരന്മാർക്ക് ഓരോ സ്വഹാബികൾക്കും ഓരോ ചരിത്രം നമ്മളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അവർക്കിടയിൽ ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ട് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ചരിത്രമാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് നമ്മളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. സൽമാൻ അൽ ഫാരിസിയാണ്. ഫാരിസി പേർഷ്യക്കാരനാണ്. അതായത് പുരാതന ഇറാനാണ് പേർഷ്യ. പേർഷ്യ ലോകത്തിന്റെ നെറുകയിൽ ലോകത്തെ അടക്കിവാണ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്ന അക്കാലത്ത് റോമും പേർഷ്യയും. അപ്പോൾ ലോകത്തെ അടക്കിവാണ പേർഷ്യൻ സാമ്രാജ്യം, അതിന്റെ പതനം ഒരാൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്താണ് അദ്ദേഹം പേർഷ്യയിൽ ജനിച്ചു വീഴുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ ആ സാഹസിക യാത്രയ്ക്ക് ശേഷം ഇസ്ലാമിലെത്തി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം തന്റെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് അദ്ദേഹം ജീവിതകാലത്ത് സാക്ഷിയാവുകയാണ്. പേർഷ്യയിലേക്ക് ഇസ്ലാം നടത്തിയ സൈനിക മുന്നേറ്റത്തിൽ ഇസ്ലാമിന്റെ പക്ഷത്ത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവസാനം ഇസ്ലാമിന്റെ അധീനതയിലേക്ക് പേർഷ്യൻ സാമ്രാജ്യം കടന്നു വന്ന സന്ദർഭത്തിൽ ആ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലായിരുന്ന മദാഇൻ, ആ മദാഇനിലെ ഗവർണറായിക്കൊണ്ടാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കേവലം ഒരു സാധാരണ പൗരനായിട്ട് അവിടെ ജനിച്ചു വീണ് അവസാനം ഇസ്ലാമിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് ആ നാടിന്റെ ഭരണാധികാരിയായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മനോഹരമായിട്ടുള്ള ചരിത്രം. അതേപോലെ തന്നെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത കഥയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണത്തിന് ശേഷം, അതായത് അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, മരണപ്പെട്ടു നമ്മൾ അംഗീകരിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾക്ക് വന്നിട്ടുള്ള പരിണാമം അതിന്റെ ഒരു ചിത്രമെല്ലാം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള. അതേപോലെ തന്നെ അറിഞ്ഞിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന, അതായത് മജൂസി മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏക സ്വഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പേർഷ്യയിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് പേർഷ്യൻ മതം ഉപേക്ഷിച്ച് പ്രവാചകന്റെ അനുചരനായി തീർന്ന ഏക സ്വഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. പിൻകാലത്ത് ഇസ്ലാം പേർഷ്യ കീഴടക്കിയതിനു ശേഷം നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മജൂസി മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്ന ഏക അനുചരൻ. യഥാർത്ഥത്തിൽ അദ്ദേഹം മജൂസി മതത്തിൽ നിന്ന് നേരിട്ടല്ല ഇസ്ലാമിലേക്ക് വരുന്നത്. ആദ്യം മജൂസിയായിരുന്നു, പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് പിന്നീടാണ് ഇസ്ലാമിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത്. അപ്പൊ ചില റിപ്പോർട്ടുകളിൽ പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് പേർഷ്യൻ ഭാഷയിലേക്ക് തർജുമ വിവർത്തനം ചെയ്യപ്പെട്ടതും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണെന്നെല്ലാം കാണാൻ സാധിക്കും. ഏതായാലും കൂടുതൽ മുഖവരിയില്ലാതെ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം അദ്ദേഹം തന്നെയാണ് നമുക്ക് വേണ്ടി ഉദ്ധരിക്കുന്നത്. അതായത് പല സന്ദർഭത്തിലും ഓരോ സ്വഹാബികളുടെ ജീവചരിത്രം മറ്റൊരാളിലൂടെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വയം തന്റെ ജീവചരിത്രം സമ്പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി ഉദ്ധരിക്കുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദ്, നമുക്കറിയാം, നേരത്തെ ഞാൻ സീറയിൽ പറഞ്ഞിരുന്നു, ഏറ്റവും വലിയ ഹദീസ് കലക്ഷനിൽ ഒന്നായിട്ട് 40ഓളം വോള്യങ്ങൾ വരുന്ന ഇമാം അഹ്മദിന്റെ മുസ്നദ് ക്രോഡീകരിച്ചിട്ടുള്ളത് ഓരോ സ്വഹാബികൾക്ക് അടിസ്ഥാനത്തിലാണ്. അതായത് പൊതുവെ സ്വഹീഹുൽ ബുഖാരി മുസ്ലിം എല്ലാം വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രോഡീകരിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുസ്നദ് ഓരോ സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ ഒരു ഭാഗത്ത് ആ രൂപത്തിലാണ്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മൊത്തം ഹദീസുകൾ ഒരു ഭാഗത്ത്, അതിനുശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നിരവധി വോള്യങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് മൊത്തം ഹദീസുകൾ, അതേ രൂപത്തിൽ വ്യത്യസ്ത സ്വഹാബികളിൽ നിന്നുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു മുഴുനീള മുസ്നദ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ച ആ ഒരു ഭാഗത്ത് സുദീർഘമായിട്ടുള്ള ഒരു ഉദ്ധരണി, 6-7 പേജ് നീണ്ടു നിൽക്കുന്ന
അതിസുദീർഘമായിട്ടുള്ള ഉദ്ധരണിയിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിത കഥ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാര്യം, ആ കഥ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് മഹാനായ പണ്ഡിതൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അതിലൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വിജ്ഞാന ദാഹമെല്ലാം അതിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. യുവാവായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ജീവിത കഥ കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ. ആ സന്ദർഭത്തിലാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നമ്മൾ പറയാൻ പോകുന്ന ആ ചരിത്രം, മുഴുനീള ചരിത്രം അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ഈ ഒരു ഹദീസിന്റെ ബേസിലാണ് പിന്നീട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ജീവിത കഥ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത്. പ്രധാനമായിട്ടും ഈ ഒരു ഹദീസ് അവലംബിച്ചുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ഹദീസ് തന്നെയാണ് നമ്മുടെയും സംസാരത്തിന്റെ അവലംബം. ഇൻഷാ അല്ലാഹ് അതിനെ ഒരു അല്പം ആഴത്തിൽ നോക്കി കാണാനുള്ള ശ്രമമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു റജുലൻ ഫാരിസിയൻ മിൻ അഹ്ലി അസ്ഫഹാൻ. അതായത് ഞങ്ങള് പേർഷ്യയിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. മിൻ അഹ്ലി ഖറിയത്തിൻ മിൻഹാ യുഖാലു ലഹാ ജിയ്. ജിയ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ, പേർഷ്യയിലുള്ള ജിയ് അല്ലെങ്കിൽ ജി എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വീഴുന്നത്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് മോഡേൺ ഇറാനിലാണ്, ഞാൻ പറഞ്ഞു ഇന്നത്തെ ഇറാനാണ് പഴയ പേർഷ്യ. അവിടെ റാം ഹുർമുസ് എന്നറിയപ്പെടുന്ന ഒരു പട്ടണത്തിലാണ് ജി എന്നറിയപ്പെടുന്ന ഗ്രാമം ഇരിക്കുന്നത്. അപ്പൊ അവിടെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത്. മറ്റൊരു കാര്യം, സൽമാൻ അൽ ഫാരിസി എന്നുള്ളത് അദ്ദേഹത്തിന് പിൻകാലത്ത് നൽകിയ പേരാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള പേര് അതല്ല. അദ്ദേഹത്തിന് പിതാവ് നൽകിയ പേര് മറ്റൊന്നാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, റൂസിബ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അതായത് ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട പേര് അതായിരുന്നു. പിന്നീടാണ് സൽമാൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത്. എന്നിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. അദ്ദേഹം പറയാണ്, വക്കാന അബി ദിഹ്ഖാൻ. എന്റെ പിതാവ് ഒരു ദിഹ്ഖാൻ ആയിരുന്നു. എന്താണ് ദിഹ്ഖാൻ? ദിഹ്ഖാൻ എന്ന് വെച്ചാൽ ജമ്മി, അതായത് നമ്മുടെ നാട്ടില് വലിയ ഭൂപ്രഭു അല്ലെങ്കിൽ ലാൻഡ് ലോഡ് എന്നല്ല നമ്മൾ വിളിക്കുന്നത്. അതായത് വലിയ നിരവധി സ്ഥലങ്ങളും അതായത് നിരവധി സമ്പത്തിന്റെ എല്ലാം ഉടമയായ നിരവധി ഭൂസ്വത്തുകളുള്ള ഒരു വലിയ ജിമ്മിയായിരുന്നു എന്റെ പിതാവ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എന്റെ പിതാവ് എന്നെ ഇഷ്ടപ്പെട്ടു. അതായത് പിതാവിന്റെ പൊന്നോമന പുത്രനായിരുന്നു സൽമാൻ അൽ ഫാരിസി. അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കാരണം കൂടുതലൊന്നും എന്നെ വീട്ടിന്റെ പുറത്തു പോലും എന്നെ വിടാറില്ല. അതായത് ഒരു പെൺകുട്ടിയെല്ലാം വളർത്തുന്ന പോലെയാണ് എന്റെ പിതാവ് എന്നെ വീട്ടിനുള്ളിൽ അടച്ച് അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ നിർത്തിയിട്ടാണ് എന്റെ ഉപ്പ എന്നെ നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്റെ പിതാവും ഞാനെല്ലാം മജൂസികളായിരുന്നു. മജൂസികളുടെ ക്ഷേത്രത്തിലുള്ള തീ അത് അണയാതെ സംരക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ ജോലി. അതായത് അവര് ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ആളുകളല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പിതാവ് വലിയ സമ്പന്നനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം ഭൂസ്വത്തുക്കളും സമ്പത്തും ഉള്ളത് കൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകേണ്ടതില്ല. അപ്പോ ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് അവരുടെ ക്ഷേത്രത്തിൽ, അതായത് മജൂസികളുടെ ക്ഷേത്രത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീ അണയാതെ സംരക്ഷിച്ചിരുന്നത് ഞങ്ങളായിരുന്നു. അദ്ദേഹം പറയാൻ, അപ്പൊ എന്താണ് തീ അണയാതെ സംരക്ഷിക്കുക എന്നുള്ളത്? ഒരല്പം, അതായത് ഈ മജൂസി മതവുമായിട്ട് ബന്ധപ്പെട്ട് തീയുമായിട്ടുള്ള ബന്ധം ഒരല്പം നമ്മൾ ഒരു വിജ്ഞാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത് ഒരല്പം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ പേർഷ്യയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജന്മദേശം. ആ പേർഷ്യയുടെ അല്ലെങ്കിൽ ഇറാന്റെ മതം എന്നുള്ളത് മജൂസി മതമാണ്, സൊറസ്ട്രിയൻ മതമാണ്. റോമിന്റെ മതം ക്രിസ്തു മതവും പേർഷ്യയുടെ മതവും മജൂസി മതവുമായിരുന്നു. ഇപ്പൊ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള മതങ്ങളിൽ ഒന്നാണ് സൊറസ്ട്രിയൻ മതം അല്ലെങ്കിൽ ഈ മജൂസി മതം. BC 550-കളിൽ ഇറാനിലാണ് അത് രൂപം കൊള്ളുന്നത്. BC ബിഫോർ ക്രൈസ്റ്റ് ആണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം ജനിക്കുന്നതിന്റെ ഒരു 550 വർഷം മുമ്പ് ഇറാനിൽ രൂപം കൊണ്ട മതമാണ് ഈ സൊറസ്ട്രിയൻ അല്ലെങ്കിൽ മജൂസി മതം. പ്രധാനമായിട്ട് പേർഷ്യൻ രാജാവായിരുന്ന സൈറസ്, ആ സൈറസ് പ്രധാനപ്പെട്ട ഒരു സൊറസ്ട്രിയൻ ആചാര്യനായിട്ട് അവർ ഗണിക്കപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ പിന്നീട് നമുക്കറിയാം പിൻകാലത്ത് ഇസ്ലാം പേർഷ്യയെ കീഴടക്കി. AD 651 ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന യർമൂക്ക്, അതേപോലെ തന്നെ ഖാദിസിയ ഈ യുദ്ധങ്ങൾ, അതേപോലെ തന്നെ അവസാനമായിട്ട് മഅറഖത്തു നഹ്വന്ത് യുദ്ധത്തോടു കൂടെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സമ്പൂർണ്ണ പതനാണ് നമ്മൾ കാണുന്നത്. ഫതഹുൽ ഫുതൂഹ് എന്നാണ് നഹ്വന്ത് യുദ്ധത്തെ അറിയപ്പെടുന്നത്, വിജയങ്ങളുടെ വിജയം. അതോടുകൂടെ പേർഷ്യൻ സാമ്രാജ്യം സമ്പൂർണമായിട്ട് നാമാവശേഷാവാണ്. പിന്നീട് ഇസ്ലാമിന്റെ അധീനതയിലേക്ക് പേർഷ്യ വന്ന സന്ദർഭത്തിൽ അവിടെ പ്രധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന പാർസികൾ, അവിടെ കുറെ ആളുകൾ അവിടെ ജീവിച്ചു. മറ്റു പല ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ പലായനം ചെയ്തു. പ്രധാനമായിട്ട് അവർ പലായനം ചെയ്തത് ഇന്ത്യയിലേക്കായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിലുള്ള പാർസികൾ അത് പേർഷ്യയിൽ നിന്ന് ആ രൂപത്തിൽ വന്ന ആളുകളാണ്. പ്രധാനമായിട്ട് അവരുള്ളത് ഗുജറാത്തിലാണ് അവർ പ്രധാനമായിട്ട് അവർ സെറ്റിലായത്.
അപ്പൊ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് പാർസികൾ വളരെ ന്യൂനപക്ഷമാണ്. അതായത് മൊത്തം ജനസംഖ്യയിൽ ഏകദേശം 1.5 ലക്ഷം പാർസികൾ മാത്രമാണ് ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നത്. അതിന്റെ ഒരു 99% അവരുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് അവരുള്ളത്. അവരുടെ മതമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ തീയുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അല്പം ആഴത്തിൽ അത് അവരുടെ സ്രോതസ്സുകൾ വെച്ചിട്ട്, അതായത് അവരുടെ ഡോക്യുമെന്ററിയും അതേപോലെ തന്നെ പഠനങ്ങൾ പരിശോധിച്ച സന്ദർഭത്തിൽ ലഭിച്ച ചില വിജ്ഞാനങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പൊ ഇറാനിൽ വന്നിട്ടുള്ള പുരാതന കാലത്ത് AD BC 550-കളിൽ ഇറാനിൽ വന്നിട്ടുള്ള ഈ സരതൂഷ്ട്ര എന്നറിയപ്പെടുന്ന ആളുടെ അനുയായികളാണ് പാർസികൾ അല്ലെങ്കിൽ മജൂസികൾ എന്നറിയപ്പെടുന്ന ആളുകൾ. അതായത് അദ്ദേഹത്തെ അവർ ദൈവമായിട്ടല്ല ഗണിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തെ സരതൂഷ്ട്രയെ അവർ പ്രവാചകനായിട്ടാണ് ഗണിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന സെന്റെ അവസ്ഥ എന്നറിയപ്പെടുന്നതാണ് അവരുടെ വേദഗ്രന്ഥമായിട്ട് അവർ പരിഗണിക്കപ്പെടുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിശ്വാസമാണ് പാർസികൾക്കുള്ളത്. അതായത് ലോകത്തുള്ള മറ്റു മതങ്ങളെല്ലാം ഒന്നുകിൽ അവർ ഏകദൈവ വിശ്വാസികൾ, അല്ലെങ്കിൽ ബഹുദൈവം, അല്ലെങ്കിൽ ഏറി വന്നാൽ തൃത്വം അല്ലെങ്കിൽ ത്രിയേകത്വമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പാർസികൾ. അവർക്ക് 2 ദൈവങ്ങളുണ്ട്. ഒന്ന് അഹുറ മസ്ദ, അതേപോലെ തന്നെ ഹരിമാൻ. ഈ 2 ദൈവങ്ങളാണ്. ഈ അഹുറ മസ്ദ എന്നുള്ളത് നന്മയുടെ പ്രതീകമാണ്, ഹരിമാൻ അദ്ദേഹം തിന്മയുടെ പ്രതീകമാണ്. ഈ ലോകം എന്നുള്ളത് നന്മയുടെയും തിന്മയുടെയും സംഘടനത്തിന്റെ ഭൂമിയാണ്. അതായത് നന്മയുടെ ദൈവവും തിന്മയുടെ ദൈവവും ഈ ലോകത്ത് ഉടനീളം സംഘടന ചെയ്ത് അവസാനം നന്മയുടെ ദൈവം തിന്മയുടെ ദൈവത്തെ കീഴടക്കും. അതാണ് അവരുടെ വിശ്വാസം. അപ്പൊ നന്മയുടെ പ്രതീകമായിട്ട് അറിയപ്പെടുന്ന ആ ദൈവം അഹോറ മസ്ദ, ഈ അഹോറ മസ്ദ എന്നറിയപ്പെടുന്ന ആ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് തീ അല്ലെങ്കിൽ പ്രകാശം. അതായത് ആ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ സൃഷ്ടിയാണ് തീ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തീനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. തീനെ നിന്ദിക്കുന്നത് ഏറ്റവും വലിയൊരു അദബുകേടായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ തീ ഒരിക്കലും ഊതിക്കെടുത്താൻ പോലും പാടില്ല എന്നുള്ള ഈ രൂപത്തിലൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ മറ്റൊരു പ്രത്യേകമായിട്ടൊരു കാര്യം മനസ്സിലാവും, മജൂസികൾ എന്നുള്ളത് അഗ്നി ആരാധകരെന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അഗ്നിയെ ദൈവമായിട്ട് അവർ ഒരിക്കലും ഗണിക്കുന്നില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതായത് അഗ്നി ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പ്രതീകമാണ് അഗ്നി എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അഗ്നി മാത്രമല്ല, മറ്റുള്ള നിരവധി സൃഷ്ടികൾ അവർ പറയുന്നുണ്ട്, 7ഓളം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഗ്നിയെ അവർ ഗണിക്കപ്പെടുന്നു എന്നുള്ള. അപ്പൊ തീ എന്നുള്ളത് അങ്ങേയറ്റം പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പാർസികൾ അവർ മരണപ്പെട്ടാൽ പോലും അവര് കുഴിച്ചിടാറില്ല. കാരണം മണ്ണ് അശുദ്ധാകും. മണ്ണും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ്. അതേപോലെ തന്നെ വെള്ളത്തിലിടാൻ പാടില്ല, കാരണം വെള്ളവും ദൈവത്തിന്റെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സൃഷ്ടിയാണ്. കത്തിക്കാനും പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ തീ എന്നുള്ളത് തീയെ നിന്ദിക്കലാണ്. അല്ലെങ്കിൽ ഒരാളുടെ ബോഡി കത്തിക്കുക എന്നുള്ളത് അത് തീയെ അശുദ്ധമാക്കലായിട്ട് അവർ കണ്ടിട്ട് ഈ മരണപ്പെട്ട ഡെഡ് ബോഡി ഏതെങ്കിലും സ്ഥലത്ത്, അതിനായിട്ട് പ്രത്യേകമായിട്ട് അവർക്കൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവർ വെക്കും എന്നുള്ളത്. ആ സൂര്യപ്രകാശത്തിന് മുന്നിൽ അവർ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പക്ഷി മൃഗാദികളെല്ലാം ആ ബോഡി ഭക്ഷിക്കും എന്നുള്ളത്. അത് ഖുർഷിദ് നഗരാഷ്നി എന്നാണ് അവരുടെ മതത്തിൽ അവർ വിളിക്കുന്നത്. ആ ജൊറസ്ട്രിയൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരാൾ അവസാനമായിട്ട് ഈ ഭൂമിയിൽ നിന്നും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി സ്വതക്കയാണ്. അതായത് സ്വന്തം ശരീരത്തെ ഈ ലോകത്തുള്ള പക്ഷി മൃഗാദികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി നൽകുകയാണ്. അതാണ് അവർ വിശ്വസിക്കുന്നത്. ആ രൂപത്തിലാണ് പേർഷ്യൻ മതം നിലകൊള്ളുന്നത്. അപ്പൊ അവരുടെ ആ ക്ഷേത്രത്തിൽ, നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്, അത് ആ തീയുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കാനാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പൊ അതായത് സൊറസ്ട്രിയൻ മതത്തിൽ അവർക്ക് പ്രധാനമായിട്ട് അവരുടെ ക്ഷേത്രം, ഫയർ ടെമ്പിളുകൾ ഉണ്ട്. അതായത് ഈ തീ അണഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ അവർക്കുണ്ട്. അവിടെ ആ തീ ഇങ്ങനെ അണയാതെ കത്തിക്കൊണ്ടിരിക്കും. ഇറ്റേണൽ ഫയർ എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ആ തീ എന്നുള്ളത് തുടക്കം മുതലേ ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രം അവർ തുറന്നു കഴിഞ്ഞാൽ നേരിട്ട് അവിടെ തീ കത്തിക്കില്ല, മറിച്ച് ഓൾറെഡി കത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ക്ഷേത്രത്തിൽ നിന്നും അവർ തീ കൊണ്ടുവരാണ് ചെയ്യുക. എന്നിട്ട് ആ തീ കത്തിച്ചതിന് ശേഷം പിന്നീട് അണയാതെ നോക്കും. പിന്നീട് ആ ഭാഗത്ത് മറ്റേതെങ്കിലും ക്ഷേത്രം വരികയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് അവർ അടുത്ത തീയെടുക്കും. അതേ രൂപത്തിലാണ്. ഈ തീ ഇങ്ങനെ പിറകിലേക്ക് പോയാൽ അവസാനം ആദ്യത്തിൽ ദൈവം സൃഷ്ടിച്ച ആ തീയിലേക്ക് എത്തിച്ചേരും എന്നുള്ള, അതാണ് അവരുടെ വിശ്വാസം. ഓരോ തീയില ഇപ്പൊ ചില സ്ഥലത്ത് ഇപ്പോ ഒരു പണ്ഡിതൻ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, അമേരിക്കയിൽ നിരവധി പാർസികൾ ജീവിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ഗുജറാത്തിൽ നിന്നെല്ലാം പോയിട്ടുള്ള ചില പാർസികൾ, അവർക്ക് അവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അവര് അമേരിക്കയിൽ ഒരു ക്ഷേത്രം തുറന്ന സന്ദർഭത്തിൽ അവര് അവിടെ കത്തിക്കാൻ വേണ്ടി തീ മറ്റേതോ ഒരു ദേശത്ത് നിന്നും
പ്രത്യേകമായിട്ടൊരു വിമാനെല്ലാം ബുക്ക് ചെയ്ത് അതിലാണ് അവർ തീ കൊണ്ടുവന്നത്. കാരണം നേരിട്ട് തീ കത്തിക്കാൻ പാടില്ല. മറ്റേതോ സ്ഥലത്തുള്ള മറ്റേതോ ക്ഷേത്രത്തിൽ നിന്ന് അവർ തീയെടുത്ത് കൊണ്ടുവന്ന് അവിടെ തീ കൊടുത്താണ് ചെയ്തത്. ഇപ്പൊ ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള ഉഡ്വാഡയിലാണ് ഏറ്റവും പഴക്കമുള്ള അവരുടെ തീ കത്തുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 1300ഓളം വർഷമായിട്ട് ഗുജറാത്തിലുള്ള ആ ക്ഷേത്രത്തിലുള്ള തീ കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള 1300 വർഷമായിട്ട് അണയാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തീ. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന വിശ്വാസികളൊക്കെ അവര് സ്വതക്കയായിട്ട് ഇതേ രൂപത്തിൽ തീ കത്തിക്കാനുള്ള ചന്ദനത്തിന്റെ എല്ലാം മരത്തിന്റെ കഷ്ണം അവര് ദാനം ചെയ്യും. അപ്പൊ അത് വെച്ച് ഒരാൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, അതൊരിക്കലും അണയാൻ പാടില്ല എന്നുള്ള. അപ്പൊ ഇതേ രൂപത്തിൽ ഒരു ഫയർ ടെമ്പിൾ അവിടെ തീ അണയാതെ നോക്കലായിരുന്നു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. എന്നിട്ട് സൽമാൻ ഫാരിസ് അദ്ദേഹം തുടരുകയാണ്, ഒരു ദിവസം എന്റെ ഉപ്പ വല്ലാത്ത തിരക്കിലായിരുന്ന സന്ദർഭത്തില് ഉപ്പാന്റെ തോട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ, ഉപ്പാന്റെ ആ ബുസ്താൻ, ആ തോട്ടത്തിലുള്ള കാര്യങ്ങള് അത് നോക്കാൻ വേണ്ടി ഉപ്പ എന്നെ തോട്ടത്തിലേക്ക് അയച്ചു. ആദ്യമായിട്ടാണ് പുറത്തു വിടുന്നത്. അങ്ങനെ കാര്യമായിട്ട് മകനെ പുറത്തൊന്നും വിടാറില്ല. ഒരു ഗതിയില്ലെന്ന് കണ്ട സന്ദർഭത്തിൽ ഉപ്പ അവസാനം മകനെ ഒരു ജോലി ഏൽപ്പിച്ച് വീടിനെ പുറത്തേക്ക് വിടാൻ. പുറത്തേക്ക് വിടുന്ന സന്ദർഭത്തിൽ ഉപ്പ ഒരുപാട് ഉപദേശം കൊടുത്തു. അതായത് നിന്നെ ഏൽപ്പിച്ച കാര്യം നിർവഹിച്ച് ഉടനെ തന്നെ തിരിച്ചു വരണം, മറ്റുള്ള സ്ഥലത്തേക്ക് എങ്ങോട്ടും പോകരുതെന്നെല്ലാം നിരവധി ഉപദേശങ്ങളെല്ലാം നൽകിയിട്ടാണ് ഉപ്പ മകനെ വിടുന്നത്. ഇപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ പുറത്തിറങ്ങി ആ വിചിത്രമായിട്ടുള്ള കാഴ്ചകൾ, അദ്ദേഹം പുറലോകത്തുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോവാൻ. അപ്പൊ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു കനാഇസിൻ നസ്വാറ, അവിടെ അദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി, ആ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലൂടെ അദ്ദേഹം നടന്നു പോവാൻ. ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് അവരുടെ ആ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനാ ഗീതെല്ലാം അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് വല്ലാത്ത കൗതുകമായി. നമുക്കറിയാം ക്രൈസ്തവര് അവരുടെ ആ ഒരു പള്ളിയിൽ അവര് ഇന്നും നമുക്കറിയാം അവരുടെ പള്ളിയിൽ അവര് പ്രാർത്ഥനാ ഗീത ആലപിക്കാറുണ്ട് മനോഹരമായിട്ടുള്ള. അപ്പോൾ നമുക്കറിയാം ക്രിസ്തു മതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, അപ്പൊ പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, ദാവീദ് അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട സബൂർ. അത് അവരിന്ന് കൊണ്ട് നടക്കുന്ന സങ്കീർത്തനം, അത് യഥാർത്ഥത്തിൽ പാട്ടുകളായിട്ട് അല്ലെങ്കിൽ ഇതുവരെ ഇതേ രൂപത്തിൽ പാടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിമനോഹരമായിട്ടുള്ള ശബ്ദമുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന സന്ദർഭത്തിൽ ജീവജാലങ്ങൾ പോലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അനുഗമിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ചില ഗ്രന്ഥങ്ങൾ അത് കവിതകൾ പോലെ, ചില ഗ്രന്ഥങ്ങൾ തൗറാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിയമങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ്. അതായത് പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങളുണ്ട്, അതേ സന്ദർഭത്തിൽ അതിമനോഹരമായിട്ട് കവിത പോലെ ഏറ്റവും ആസ്വാദകരമായിട്ടുള്ള രൂപത്തിൽ ആ ഖുർആൻ പാരായണം ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് നമ്മളെ കൽപ്പിച്ചത്. അത് രണ്ടിന്റെ ഒരു മിശ്രിതമാണ് ഖുർആനിൽ കാണുന്നത്. ഏതായിരുന്നാലും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് ആ ക്രൈസ്തവ ദേവാലയത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം അതിനുള്ളിലേക്ക് കയറി. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വല്ലാത്തൊരു കൗതുകം. അദ്ദേഹം അവിടെ കയറി, അവരുടെ ആ പ്രാർത്ഥനയും കേട്ട് അവിടെ ഒരുപാട് സമയം ഇരുന്നു. തീർച്ചയായിട്ടും അതിനുശേഷം അദ്ദേഹം അവിടെയുള്ള വലിയ പണ്ഡിതരുമായിട്ട് ചർച്ച നടത്തിയിരിക്കണം, ഉറപ്പാണ്. കാരണം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് അവരദ്ദേഹത്തിന് ദഅവത്തെല്ലാം നൽകിയിരിക്കണം. അദ്ദേഹം അവിടെ ഇരുന്ന അവസാനം സമയം പോയതറിഞ്ഞില്ല. അവസാനം സൂര്യൻ അസ്തമിക്കാറായി. അതുവരെ, അതായത് രാവിലെ എങ്ങാനും പിതാവ് പറഞ്ഞയച്ചതാണ്. അവിടെ സംസാരിച്ചും അതേപോലെ തന്നെ അവരുടെ സംഗീതമെല്ലാം കേട്ട് സമയം പോയതറിയാതെ അവിടെ സൂര്യാസ്തമയം വരെ അദ്ദേഹം അവിടെ ചെലവഴിച്ചു എന്നുള്ള. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഉദ്ധരണിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഇരുന്നു എന്നെ പിതാവ് അയച്ച കാര്യം പോലും ഞാൻ മറന്നുപോയി. അത്രയും സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അവസാനം ഉപ്പ വല്ലാതെ ഭയന്നു. ഉപ്പ മകനെ തിരയാൻ വേണ്ടി ആളുകളെല്ലാം പറഞ്ഞയച്ചു. ഒരുപാട് സമയത്തിന് ശേഷം നേരം ഇരുട്ടിയ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരാൻ. വീട്ടിലേക്ക് കയറി വന്ന മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, അദ്ദേഹം അവിടെയുള്ള പുരോഹിതനുമായിട്ട് സംസാരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത ആകർഷണം തോന്നി അവരുടെ മതം. ആ പുരോഹിതനോട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ഈ മതത്തിന്റെ അസ്ൽ, എവിടെയാണ് ഇതിന്റെ ഉറവിടം? അപ്പൊ ആ സന്ദർഭത്തിൽ ആ പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ മതത്തിന്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ ബിലാദു ഷാമാണ്. ഒറിജിനൽ എന്നുള്ളത് സിറിയയിലാണ്. സിറിയ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ സിറിയ എന്നുള്ള ഇന്നത്തെ സിറിയ അല്ല, മറിച്ച്
ജെറൂസലേം എല്ലാം അടങ്ങുന്ന ആ വലിയ സിറിയ, അവിടെയാണ് ഞങ്ങളുടെ മതത്തിന്റെ ആസ്ഥാനം എന്നെല്ലാം ആ പണ്ഡിതൻ അദ്ദേഹത്തിന് ആ സംഭാഷണത്തിനിടയിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. ഏതായിരുന്നാലും അർദ്ധരാത്രി സന്ദർഭത്തിൽ വീട്ടിലേക്ക് കയറി വന്ന സന്ദർഭത്തിൽ ഉപ്പ വല്ലാത്ത ദേഷ്യപ്പെട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു, ഈ നേരത്താണോ കയറി വരുന്നത്? ഉപ്പ ദേഷ്യപ്പെട്ട സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു സത്യസന്ധമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പോകുന്ന വഴിയിൽ ഇതേ രൂപത്തിൽ ഒരു ക്രൈസ്തവ ചർച്ച് കണ്ടു, ഞാൻ അങ്ങോട്ട് കയറി, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ സന്ദർഭത്തിൽ അതിന്റെ കൂടെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അതായത് മനസ്സിലുള്ള കാര്യം അതേ രൂപത്തിൽ ഉപ്പയോട് പറഞ്ഞു. ഉപ്പ അല്ലാതെ തന്നെ അത്ഭുതപ്പെടുത്തി, അവരുടെ മതം നമ്മുടെ മതത്തേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ എത്രയോ നല്ല മതമാണ് അവരുടെ കയ്യിലുള്ളത്. ഉപ്പയോട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാൻ ആ സന്ദർഭത്തിൽ ഉപ്പാക്ക് വല്ലാത്ത വിഷമായി. കാരണം ആ നാട്ടിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണി കൂടിയാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. അദ്ദേഹം പറഞ്ഞു, അതായത് അവരെല്ലാം ഗണിക്കപ്പെടുന്ന ആ ക്ഷേത്രത്തിന്റെ പരിചാരകരായിട്ടുള്ള വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ മോൻ ഇതേ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് പിതാവിന് സഹിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, യാ ബുനീ വല്ലാഹി ലൈസ ഫീ ദാലിക ദീൻ ഖൈർ, അവരാ പറയുന്ന ദീനിൽ ഒരു ഖൈറും ഇല്ല. ദീനുക വ ദീനു ആബാഇക ഖൈറും മിൻഹ്, നമ്മുടെ അടുത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കളായിട്ടെല്ലാം നമ്മൾ കൊണ്ടു നടക്കുന്ന ആ മതാണ് അവരനുഷ്ഠിക്കുന്ന മതത്തേക്കാളെല്ലാം എത്രയോ നല്ലത്. നിനക്കത് മനസ്സിലാവാനായിട്ടാണ് ഉപ്പ പറഞ്ഞു കൊടുക്കും. ഉപ്പ മകനെ തിരിച്ചാണ്. ആ സന്ദർഭത്തിലും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നഹു ഖൈറും മിൻ ദീനിന, അല്ല ഉപ്പ, നിങ്ങൾ പറയുന്നത് പോലല്ല, നമ്മുടെ മതത്തേക്കാൾ എത്രയോ നല്ലത് അവരുടെ മതമാണ്. ആ രൂപത്തിൽ വാപ്പയും ഉപ്പയും മകനും തമ്മിൽ തർക്കമായി. അവസാനം പിതാവിന് മനസ്സിലായി, അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു തന്റെ മകന് പിടിപെടുമെന്ന് മനസ്സിലായ സന്ദർഭത്തിൽ, അതായത് നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രമാണിയുടെ മകന് വഴിപിടച്ചു എന്ന് അദ്ദേഹം കേൾക്കേണ്ടി വരും. അത് വല്ലാത്തൊരു മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മകന് ഈ അവരുടെ മതത്തിലേക്ക് പോകുമോ എന്ന് ഭയന്ന സന്ദർഭത്തിൽ പിതാവ് അതിന് ആ സാധ്യത കൊട്ടിയടച്ചുകൊണ്ട് മകനെ അവിടെ വീട്ടിൽ തടവിലാക്കി എന്നുള്ളതാണ്. അതായത് മോനെ ഒരു ഇരുമ്പ് ചങ്ങലയിലെല്ലാം ബന്ധിച്ച് ആ വീട്ടിനകത്ത് അദ്ദേഹം പൂട്ടിയിട്ടു എന്നുള്ളതാണ്. അതായത് തുറങ്കലിൽ അടച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും സൽമാൻ ഫാരിസ് അങ്ങോട്ട് പോകും, അവരെ നിന്ന് കൂടുതൽ പഠിച്ച ആ മതം സ്വീകരിക്കുമോ എന്ന് പിതാവ് ഭയപ്പെടുകയാണ്. ഇപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് അവിടെ കണ്ട കാഴ്ച അല്ലെങ്കിൽ അവരുടെ മതം അത്രയേറെ ആകർഷകമായി തോന്നാനുള്ള കാരണം എന്താണ്? പ്രത്യേകം മനസ്സിലാക്കണം, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ കണ്ടത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു മതത്തിന്റെ ഒരു വെർഷൻ ആയിരുന്നില്ല സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ ചർച്ചിൽ കണ്ടത്. ഇന്ന് നമുക്കറിയാം, ബുദ്ധിക്ക് നിരക്കാത്ത നിരവധി വിശ്വാസങ്ങൾ, ത്രിയേകത്വം, ആദിപാപം, കുരിശുമരണം എല്ലാം സ്വീകരിച്ച വികലമായിട്ടുള്ള നിരവധി സിദ്ധാന്തങ്ങൾ സ്വീകരിച്ച ഈ ഒരു ക്രിസ്തുമതത്തിന്റെ വെർഷൻ അല്ല സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ കണ്ടത്. ആ രൂപത്തിലുള്ള ഒരു ക്രിസ്തുമതം അക്കാലഘട്ടത്ത് റോമിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു റോമിന്റെ മതം ക്രിസ്തുമതമായിരുന്നു. പക്ഷേ ഇവിടെ ലൊക്കേഷൻ നമുക്കറിയാം പേർഷ്യയാണ്. എങ്ങനെയാണ് പേർഷ്യയിലേക്ക് ക്രിസ്തുമതം എത്തിയത്? നേരത്തെ റോമിന്റെ മതമാണ് ക്രിസ്തുമതെങ്കിൽ ക്രൈസ്തവരെല്ലാം റോമിലാണ് കാണേണ്ടത്. പക്ഷേ മജൂസികൾ ജീവിക്കുന്ന പേർഷ്യക്ക് അല്ലെങ്കിൽ ഇറാനിൽ എങ്ങനെയാണ് ക്രൈസ്തവരെത്തിയത്? അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതുകൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ചെറിയ രൂപത്തിൽ അതുകൂടെ സൂചിപ്പിക്കാൻ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, റോമിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, മരണപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ ഉയർത്തപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലശേഷം റോമിൽ ആദ്യത്തിലുടനീളം, അതായത് യേശുക്രിസ്തു മരണപ്പെട്ടതിന് ശേഷം ആദ്യത്തെ നൂറ്റാണ്ടുകളിലുടനീളം യേശുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. യേശുവിന്റെ അനുയായികൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ഐക്യകണ്ഠേന ഒരു ധാരണ അവർക്കിടയിൽ യേശുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. ചില ആളുകൾ പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ ദൈവമാണെന്ന് വാദിച്ചു. ചില ആളുകൾ രണ്ടും കൂടെ ചേർന്നതാണെന്ന് പറഞ്ഞു. ചില ആളുകൾ പ്രവാചകൻ. ഇതേ രൂപത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളായിരുന്നു റോമിലുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, റോമിൽ ക്രൈസ്തവർ അക്കാലഘട്ടത്ത് റോമിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായിരുന്നു. പിന്നീട് ചരിത്രത്തിൽ, അതുകൊണ്ടാണ് യേശുവിനെ അവർ കുരിശിലേറ്റ്, ഇതെല്ലാം നമ്മൾ യേശുവിന്റെ ജീവചരിത്രത്തിൽ നേരത്തെ സൂചിപ്പിച്ചാണ് ഓടിച്ചു പോവാൻ. പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. അദ്ദേഹം ക്രിസ്തുമതം ന്യൂനപക്ഷങ്ങളുടെ മതമായിട്ടുള്ള ക്രിസ്തുമതം അദ്ദേഹം സ്വീകരിച്ചതോടുകൂടെ റോമിന്റെ ഒഫീഷ്യൽ മതമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറുകയാണ്. നമുക്കറിയാം ഇന്നുള്ളത് പോലെ പൊളിറ്റിക്സും റിലീജിയനും രണ്ടല്ല, മതവും രാഷ്ട്രീയം രണ്ടല്ല, മറിച്ച് രാഷ്ട്രീയവും മതവും രണ്ടൊന്നായിരുന്നു.
ആരാണോ ഭരിക്കുന്നത് അവരുടെ മതമായിരിക്കും ആ രാജ്യത്തിനുണ്ടാവുക. ആ രൂപത്തിലാണ് അക്കാലഘട്ടത്തിൽ ലോകത്തുണ്ടായിരുന്നത്. ഇപ്പൊ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടെ റോമന്റെ മതം ക്രിസ്തുമതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു നിരവധി അഭിപ്രായങ്ങളിൽ സംഘടന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത വീക്ഷണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ക്രിസ്താബ്ദം 325 അദ്ദേഹം ഇത്തരത്തിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളെല്ലാം അദ്ദേഹം വിളിച്ചുകൂട്ടി. അദ്ദേഹം ഒഫീഷ്യലായിട്ട് ക്രിസ്തുമതത്തിന്റെ ഒരു വെർഷൻ അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. AD 325 നടന്ന നിക്കിയ കൗൺസിൽ അല്ലെങ്കിൽ നൈസീൻ ക്രീഡിൽ അദ്ദേഹം ക്രിസ്തുമതത്തിന്റെ ഒരു വെർഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ചു. അദ്ദേഹം മുന്നോട്ട് വെച്ച വെർഷൻ മറ്റൊന്നുമല്ല, മറിച്ച് അത്രയും കാലം, അതായത് യേശുവിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പൗലോസിന്റെ ചില സിദ്ധാന്തങ്ങൾ, പൗളീൻ ക്രിസ്ത്യാനിറ്റി പ്ലസ് അദ്ദേഹം അത്രയും കാലം നിലകൊണ്ട അദ്ദേഹത്തിന്റെ ആ ബഹുദൈവാരാധന, മിത്രമതം അല്ലെങ്കിൽ ആ പാഗനിസം, അതിൽ നിന്നുമെല്ലാം ചിലത് അതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ ഒരു പുതിയ വെർഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ഇനി ഒഫീഷ്യൽ വെർഷൻ, ബാക്കിയുള്ളതെല്ലാം തള്ളിക്കളയേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് അത്രയും കാലം യേശുവിന്റെ യഥാർത്ഥത്തിലുള്ള ശിഷ്യന്മാർ പോലും രചിക്കപ്പെട്ട നിരവധി സുവിശേഷങ്ങൾ, നൂറുകണക്കിന് സുവിശേഷങ്ങളെല്ലാം അദ്ദേഹം കത്തിച്ചു. അതെല്ലാം അപ്പോക്രിഫയായിട്ട് തള്ളിക്കളഞ്ഞ് 4 അദ്ദേഹം മുന്നോട്ട് വെച്ച ചില സിദ്ധാന്തങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ചില സുവിശേഷങ്ങൾ മാത്രം അദ്ദേഹം തെരഞ്ഞെടുത്തു എന്നുള്ള. അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള, അത്രയും കാലം അവർക്ക് കേട്ടുപരിചയമില്ലാത്ത നിരവധി ത്രിയേകത്വവാദം, അതായത് ത്രിയേകത്വം, അതേപോലെ തന്നെ ആദിഭാവ സങ്കല്പം, കുരിശുമരണം, ഇതേ രൂപത്തിലുള്ള വിചിത്രമായിട്ടുള്ള നിരവധി സങ്കല്പങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ള. അത് മാത്രമാണ് ഇനി ക്രിസ്ത്യാനിറ്റി, അതല്ലാത്തതെല്ലാം തള്ളിക്കളയപ്പെടേണ്ടതാണ്. അതായിരുന്നു അദ്ദേഹം അവിടെ ചെയ്തത്. അതേ രൂപത്തിൽ റോമിൽ നിന്നും തള്ളിക്കളഞ്ഞ നിരവധി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ്, നോസ്റ്റിക് ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ പേർഷ്യയിലേക്ക് വന്നത്. അതായത് റോമിൽ നിന്ന് ആട്ടി ഓടിച്ച സന്ദർഭത്തിൽ അവർ റോമിൽ നിന്നും പേർഷ്യയിൽ എത്തിയതാണ്. നോസ്റ്റിക് ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്നത്, നെസ്റ്റോറിയസ് എന്നറിയപ്പെടുന്ന യഥാർത്ഥത്തിൽ പഴയകാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് തുർക്കിയിൽ ജീവിച്ച ഒരു വലിയ പുരോഹിതനാണ്. അദ്ദേഹത്തിനെ അനുഗമിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളാണ് നോസ്റ്റിക് ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം AD 450 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ അവരുടെ വിശ്വാസം യഥാർത്ഥത്തിൽ റോമൻ കാത്തലിക്സ്, അതായത് റോമിൽ സ്വീകരിക്കപ്പെട്ട ആ കോൺസ്റ്റന്റൈന്റെ ആ ഒരു വിശ്വാസവുമായിട്ട് എല്ലാ അർത്ഥത്തിലും വിയോജിക്കുന്ന ഒരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ അവിടുന്ന് ആട്ടി ഓടിച്ചത്. അപ്പൊ അവര് യേശുവിന്റെ ദ്വൈത സ്വഭാവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ദ്വൈത സ്വഭാവം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. അതായത് ഡയോഫിസ്റ്റിസിസം എന്നറിയപ്പെടും. അതായത് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യേശു പരിപൂർണ മനുഷ്യനാണ്, അതേപോലെ തന്നെ പരിപൂർണ ദൈവമാണ്. അതായത് ഡുവൽ നേച്ചർ. ഇപ്പൊ നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിലെല്ലാം ഇലക്ട്രോണിന്റെ ഡുവൽ നേച്ചർ പറയാറുണ്ട്. അതായത് ഇലക്ട്രോണ് ഒരേ സമയത്ത് വേവാണ്, അതേ സമയത്ത് പാർട്ടിക്കിളാണ്. അതേ രൂപത്തിൽ യേശുവിന് ഇതേ രൂപത്തിൽ 2 മുഖമുള്ളതായിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് യേശു പരിപൂർണനായിട്ടുള്ള മനുഷ്യനായിരുന്നു. പിന്നീട് ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തെ പുത്രനായിട്ട് സ്വീകരിച്ചു. അതാണ് അഡോപ്ഷനിസം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാണ് അവരുടെ വിശ്വാസം. പുത്രനായിട്ട് ദൈവം ദത്തെടുത്തു, അതാണ് അവരുടെ വിശ്വാസം. തീർച്ചയായിട്ടും യേശു പരിപൂർണ മനുഷ്യനാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പിന്നീട് പുത്രനായിട്ട് സ്വീകരിച്ചത് അതേ രൂപത്തിൽ, അത് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുള്ള ക്രിസ്തുമതത്തെക്കാൾ നമ്മളോട് ഒന്നുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു വിശ്വാസം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളെ റോമിൽ നിന്ന് അവർ ആട്ടി ഓടിച്ചു. നമുക്കറിയാം ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ നിരവധി കൗൺസിലുകൾ വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ നിക്കിയ കൗൺസിൽ, നൈസീൻ ക്രീഡ്, ഇതേ രൂപത്തിൽ AD 451 നടന്ന കൗൺസിൽ ഓഫ് ചാൽസിഡോൺ എന്നറിയപ്പെടുന്ന ഒരു കൗൺസിലിൽ റോമക്കാര് ഈ നോസ്റ്റിക് ക്രിസ്ത്യൻ എന്നുള്ളത് അത് ഹെറസിയാണ്, അത് മതനിന്ദയാണെന്ന് അവര് ഒഫീഷ്യലായിട്ട് അവിടെ പ്രഖ്യാപിച്ചു. അതായത് ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ മതത്തെ നിന്ദിക്കലാണ് നോസ്റ്റിക് ക്രിസ്ത്യൻസ്. അതുകൊണ്ട് ഒന്നുകിൽ അവര് റോമിന്റെ ക്രിസ്തുമതം സ്വീകരിക്കുക, അതല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഓടിപ്പോവുക, അല്ലെങ്കിൽ അവരെ വധിക്കും. അതായത് ഒഫീഷ്യലായിട്ട് ഭരണകൂടം അവരെ ഹെററ്റിക്കായിട്ട്, അതായത് മതനിന്ദകരായിട്ട് പ്രഖ്യാപിക്കാൻ. അതായത് ചുരുക്കത്തില് ഈ ഒരു വിശ്വാസം വെച്ചിട്ട് ഒരാൾക്ക് ആ സന്ദർഭത്തിൽ റോമിൽ ജീവിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ അയാള് റോമിന്റെ ക്രിസ്തുമതം സ്വീകരിക്കണം, അതല്ലെങ്കിൽ മരണപ്പെടുക. ആ 2 ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ രൂപത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്തിയ ആളുകൾ രഹസ്യമായിട്ട് പാലായനം ചെയ്ത് ലോകത്തിന്റെ
വ്യത്യസ്ത ഭാഗത്തേക്ക് എത്തി. ആ ഒരു വിഭാഗം പ്രധാനമായിട്ട് അവർ വന്നത് പേർഷ്യയിലേക്കാണ്. പേർഷ്യയിലേക്ക് അവർ വന്നു. അവരെ ചർച്ച് ഓഫ് ഈസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെയാണ് പേർഷ്യയിലേക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുമതം പറിച്ചു നട്ടത്. ആ രൂപത്തിലാണ് ക്രിസ്തുമതം പേർഷ്യയിലേക്ക് എത്തിയത്. പേർഷ്യക്കാർ അവരെ കൈ നീട്ടി സ്വീകരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പേർഷ്യക്കാർക്ക് ക്രിസ്തുമതത്തിന്റെ എന്ത് വിഭാഗമായാലും എന്താണ്, കാരണം അവർ ക്രിസ്തുമതത്തിലെ വിശ്വസിക്കാത്ത ആളുകളാണ്, അവർ മജൂസികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മാത്രമല്ല, റോം എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കൾ കൂടെയാണ്. അപ്പൊ ശത്രുക്കളുടെ നാട്ടിൽ നിന്നും വരുന്നവരെ അവർ കൈ നീട്ടി സ്വീകരിച്ചു. കാരണം ശത്രുക്കൾക്കെതിരെ അവരെ ഉപയോഗിക്കാം. നമ്മൾ പറയാറുണ്ട്, ശത്രുവിന്റെ ശത്രു മിത്രാണെന്നല്ല നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേർഷ്യക്കാർ അവരെ കൈ നീട്ടി സ്വീകരിച്ചു. അവർ പേർഷ്യയിലേക്ക് വന്നിട്ട് പേർഷ്യയിൽ പള്ളിയും മഠങ്ങളെല്ലാം സ്ഥാപിച്ച് അവിടെ അവർ തങ്ങി എന്നുള്ളത്. അങ്ങനെയാണ് പേർഷ്യയിലേക്ക് ക്രൈസ്തവർ, നെസ്റ്റോറിയൻ ക്രിസ്ത്യൻസ് ആണ് പേർഷ്യയിൽ ഉണ്ടായിരുന്നത്. അവിടെ അവരുടെ മഠത്തിലാണ് യഥാർത്ഥത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആദ്യത്തിൽ പോകുന്നത്. അപ്പൊ അവരിൽ തന്നെ ഈ നോസ്റ്റിക് ക്രിസ്ത്യൻസിൽ തന്നെ നിരവധി വിഭാഗങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. റോമൻ ക്രിസ്ത്യാനിറ്റി തള്ളപ്പെട്ട വിഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റോമൻ ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കാത്ത നിരവധി വിശ്വാസങ്ങൾ, അവരുടെ കയ്യിലില്ലാത്ത നിരവധി സുവിശേഷങ്ങൾ, അവർക്കില്ലാത്ത നിരവധി അറിവുകൾ, വ്യക്തമായിട്ടുള്ള അറിവുകളെല്ലാം ഇവരുടെ കയ്യിലുണ്ടാകും. അതുകൊണ്ടാണല്ലോ അവരവിടുന്ന് തള്ളിക്കളയപ്പെട്ടത്. അതുണ്ടായിരുന്നു എന്നുള്ളത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. ഈ രൂപത്തിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസി പുലർത്തിയ ആളുകളെയാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ ചർച്ചിൽ കണ്ടത്. നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാണ്. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം അവരുടെ മതത്തിൽ ആകർഷനായി. അവസാനം ഉപ്പ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ആ രൂപത്തിൽ ഉപ്പ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. അപ്പൊ വീട്ടിൽ അദ്ദേഹം ചങ്ങലയിലെല്ലാം അദ്ദേഹത്തെ ബന്ധിച്ച് ഉപ്പ റൂമിൽ അദ്ദേഹത്തെ പൂട്ടിയിട്ടു എന്നുള്ള. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥത്തിൽ മെഹ്റാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സുഹൃത്തുമായിട്ട് അദ്ദേഹം നിരവധി തവണ ബന്ധപ്പെട്ടു. ആ സുഹൃത്ത് അദ്ദേഹത്തെ സഹായിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, അദ്ദേഹം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ നിരവധി കുറിപ്പുകൾ എഴുതും. ആ കുറിപ്പുകളായി സുഹൃത്ത് എടുത്തിട്ട് ആ ചർച്ചിലേക്ക് എത്തിക്കും. അങ്ങനെ അദ്ദേഹം ചർച്ചുമായിട്ട് ആ സന്ദർഭത്തിലുടനീളം അദ്ദേഹം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള. ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ ചർച്ചിലുള്ള ആളുകളോട് അദ്ദേഹം ചോദിച്ചു. നേരത്തെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞു, അവരോട് അദ്ദേഹം ആദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് നിങ്ങളുടെ ഈ മതത്തിന്റെ അസ്വല്, ഈ മതത്തിന്റെ ഒറിജിൻ എവിടെയാണ്? ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, സിറിയയാണ് ഞങ്ങളുടെ കേന്ദ്രം എന്നുള്ളത്. അപ്പൊ ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഒരു കുറിപ്പിൽ അവരോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ മതം ആഴത്തിൽ പഠിക്കാൻ എനിക്ക് സിറിയയിലേക്ക് എങ്ങനെങ്കിലും പോകണം, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. ഏതെങ്കിലും ഒരു യാത്രാ സംഘം, ഒരു കാരവന് ഈ പേർഷ്യയിലേക്ക് എത്തി അവർ സിറിയയിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ എന്നെ നിങ്ങൾ അറിയിക്കണം. എനിക്ക് അവരുടെ കൂടെ പോകാനാണ്. തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് അവരോടൊപ്പം യാത്ര ചെയ്യാനാണ്. ആ രൂപത്തിൽ നിങ്ങൾ എന്നെ അറിയിക്കണം എന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെടാൻ. അങ്ങനെ ഏറെ വൈകാതെ തന്നെ ഒരു സംഘം പേർഷ്യയിലേക്ക് സിറിയയിൽ നിന്നുള്ള ഒരു കാരവന് വരികയാണ്. കാരവന് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ ഈ സുഹൃത്ത് മുഖേന ഈ ചർച്ച് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കണം. അതായത് ഇങ്ങനെ ഒരു സംഘം വന്നിട്ടുണ്ട്, അവർ ഉടനെ തന്നെ സിറിയയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, താങ്കൾക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ യാത്രയാകാം. അപ്പൊ ഈ സുഹൃത്തിന്റെ സഹായത്തോടു കൂടെ ആ ചങ്ങലയെല്ലാം അഴിച്ചു മാറ്റി അദ്ദേഹം വീട്ടിൽ നിന്നും രഹസ്യമായിട്ട് രക്ഷപ്പെട്ട ആ സിറിയൻ സംഘത്തോടൊപ്പം, ആ സിറിയയിൽ നിന്നും വന്ന ആ യാത്രാ സംഘത്തോടൊപ്പം അദ്ദേഹം സിറിയയിലേക്ക് യാത്രയാവുകയാണ്. സുബ്ഹാനല്ലാഹ്, സത്യം അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ സിറിയയിലേക്ക് യാത്ര ആവാന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് 1-2 മണിക്കൂർ കൊണ്ട് എത്തുന്ന ദൂരമല്ല, മറിച്ച് പേർഷ്യയിൽ നിന്നും സിറിയയിലേക്കുള്ള ദൂരം യഥാർത്ഥ പണ്ഡിതന്മാർ സൂചിപ്പിക്കുക ഏകദേശം 1400ഓളം കിലോമീറ്ററാണ്. 1400 കിലോമീറ്റർ താണ്ടി ഒട്ടകപ്പുറത്തും മറ്റുമായിട്ട് ആ മരുഭൂമിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ആ സത്യം കണ്ടെത്തുക എന്നുള്ളത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ഇത്രയും വലിയൊരു പ്രമാണി അല്ലെങ്കിൽ സമ്പന്നനായിട്ടുള്ള ഒരു പിതാവിന് ജനിച്ച മകനാണ്. പക്ഷേ ആ സത്യത്തിന് വേണ്ടി അതെല്ലാം ത്യജിച്ച അദ്ദേഹം ആ നാട്ടിൽ നിന്നും അദ്ദേഹം സിറിയയിലേക്ക് യാത്രയാവുകയാണ്. അപ്പൊ ദിവസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ലക്ഷ്യസ്ഥാനായിട്ടുള്ള സിറിയയിൽ എത്തുകയാണ്. സിറിയയിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം അവിടെയുള്ള ആളുകളോട്, അവിടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പുരോഹിതൻ, ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണെന്ന് അന്വേഷിച്ചു. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആ പണ്ഡിതനെ സമീപിച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ആ കഥകളൊക്കെ പറഞ്ഞു. അവസാനം ആ പണ്ഡിതൻ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയാണ്. അയാളുടെ കീഴിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പഠനം ആരംഭിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്.
ജനങ്ങളെല്ലാം അങ്ങേയറ്റം ആദരിക്കുന്ന, ജനങ്ങൾക്കിടയിൽ നല്ല പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം പഠിച്ചു. പക്ഷെ അദ്ദേഹം പറയാണ്, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഗുരുനാഥൻ അടുത്തറിഞ്ഞ സന്ദർഭത്തിലാണ് മനസ്സിലായത് അദ്ദേഹം ഒരു മുനാഫിഖാണ്. മുനാഫിഖ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രണ്ട് മുഖമുണ്ട്. ആളുകൾക്കിടയിൽ നല്ലൊരു മുഖം, പക്ഷെ ആളുകൾ കാണാത്ത മറ്റൊരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് കാണാൻ സാധിച്ചു. അങ്ങനെയാണല്ലോ, നമ്മൾ ഒരാളോട് ഇടപഴകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ നെഗറ്റീവുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇദ്ദേഹം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം അവിടെയുള്ള ആളുകളോടെല്ലാം ഓരോ പേരും പറഞ്ഞ് അദ്ദേഹം പണം പിരിക്കും. സ്വർണവും വെള്ളിയെല്ലാം പിരിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തം പോക്കറ്റിലാക്കാണ് രഹസ്യമായിട്ട്. അത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കണം മറ്റൊരു കാര്യം, സൈഡായിട്ടൊരു പോയിന്റ്. ക്രിസ്തുമത വിശ്വാസപ്രകാരം ക്രിസ്തുമതത്തിൽ ജീവിതം ക്രിസ്തുമത ദൈവത്തിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട ആളുകൾ, പള്ളിയിലച്ചന്മാരാകട്ടെ അതേപോലെ തന്നെ കന്യാസ്ത്രീകളാകട്ടെ, അവർക്ക് സ്വയം ഇഷ്ടപ്രകാരം ഒരു ചില്ലിക്കാശ് എടുക്കാനുള്ള അധികാരമില്ല. അതാണ് അവരുടെ വിശ്വാസം. അപ്പൊ കന്യാസ്ത്രീകളെല്ലാം മഠത്തിന് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശമ്പളം കിട്ടിയാൽ ആ ശമ്പളം അതേ രൂപത്തിൽ അവിടെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചതിന് ശേഷം അവര് നൽകുന്നത് മാത്രം എടുക്കാനുള്ള അധികാരമുള്ളൂ. കൃത്യമായിട്ട് എഴുതി അതേ രൂപത്തിലൊക്കെയാണ് അവരുടെ വിശ്വാസം. പക്ഷേ അതെല്ലാം നിലകൊള്ളുന്ന, ആ രൂപത്തിൽ വിശ്വസിക്കപ്പെടുന്ന ആ ക്രിസ്തുമതത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കുക, അതിന്റെ ഗൗരവം എത്രയാണ്. അദ്ദേഹം പിരിക്കുന്ന പണമെല്ലാം അദ്ദേഹം എടുക്കുക. ഇത് പ്രത്യേകം മനസ്സിലായി, ഇത് ക്രിസ്തുമതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഇതേ രൂപത്തിൽ മതത്തെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അതായത് ഇതേ രൂപത്തിൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഓരോ പിരിവിന്റെ പേരും പറഞ്ഞ് പണം പിരിച്ചെടുത്തിട്ട് സ്വയം പോക്കറ്റിലാക്കുന്ന ഇതേ രൂപത്തിലുള്ള ആളുകൾ അതെല്ലാ മതവിഭാഗത്തിലുണ്ട്. ഏതായിരുന്നാലും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ഈ ദുർഗുണം, അതായത് തന്റെ ഗുരുനാഥന്റെ ഒരു വീക്ക്നെസ് അദ്ദേഹത്തിന് മനസ്സിലായി. വല്ലാത്ത പ്രയാസം തോന്നി. അത് പുറത്തു പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. കാരണം അത്രയേറെ ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയുള്ള ആളാണ്, പണി കിട്ടും. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രതീക്ഷ കൈവിടാതെ ക്ഷമയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ജീവിച്ചു എന്നുള്ള ചിന്തിച്ചു നോക്കുക. കാരണം ആദ്യമായിട്ട് കിട്ടുന്ന ഗുരുനാഥന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഇതേ രൂപത്തിലുള്ള ഒരാളെ കണ്ടാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് തന്നെ മടങ്ങും. ഇതാണ് ഇവരുടെ അവസ്ഥ. ഇവർ പറയുന്ന പോലെ ഒന്നല്ല. അതായത് നമ്മൾ മൊത്തത്തിലാണ്ട് ചേർത്ത് വായിക്കുകയാണ്. അതായത് ഒരാൾ ചെയ്ത തെറ്റെടുത്തിട്ട് അത് ജനറലൈസ് ചെയ്ത് മൊത്തം ആളുകൾ ഈ രൂപത്തിലാണ്, ക്രിസ്തുമത വിശ്വാസികൾ മൊത്തം ഇങ്ങനെയാണ്, ഇതേ രൂപത്തിൽ അത് ചേർത്ത് വായിക്കലാവും ചെയ്യുക. പക്ഷേ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രതീക്ഷയോടുകൂടെ തന്നെ അവിടെ തന്നെ അദ്ദേഹം താമസിച്ചു. ഒരല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഗുരുനാഥൻ മരണപ്പെട്ടു. ഗുരുനാഥൻ മരണപ്പെട്ട സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ ആളുകളെല്ലാം അങ്ങേയറ്റം ആദരിക്കുന്ന പണ്ഡിതനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള ഒരു ചടങ്ങ്, അതായത് മരണാനന്തര ചടങ്ങുകളെല്ലാം വളരെ വിപുലമായിട്ട് അദ്ദേഹത്തിന് ഒരു മരണാനന്തര ചടങ്ങുകൾ നൽകാൻ ആ നാട്ടുകാർ തീരുമാനിക്കാൻ. അപ്പൊ അതിനുവേണ്ടി വലിയ വലിയ ആഘോഷങ്ങളെല്ലാം അവർ സംഘടിപ്പിച്ച സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രൂപത്തിലുള്ള ഒരു കള്ളനാണോ, അതായത് ഇതേ രൂപത്തിലുള്ള ഒരു മോഷ്ടാവിനാണോ ഈ രൂപത്തിൽ വലിയൊരു മരണാനന്തര ചടങ്ങെല്ലാം നിങ്ങൾ നടത്താൻ പോകുന്നത്? ആളുകൾ അത്ഭുതപ്പെട്ടു. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വാധീനം. ഈ ഒരു സന്ദർഭത്തിൽ അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു യഥാർത്ഥ മുഖം അദ്ദേഹം അനുയായികൾക്കിടയിൽ വെളിപ്പെടുത്താൻ. അപ്പൊ ആളുകൾ ഒന്നടങ്ങ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇതേ രൂപത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ രൂപത്തിൽ പറയാൻ? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത്രയും കാലം ഈ മനുഷ്യൻ നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഇതിന് വല്ല തെളിവുണ്ടോ? അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ തെളിവുണ്ട്. ഇത്രയും കാലം നിങ്ങളോട് പല പേരിൽ അദ്ദേഹം അന്യായമായിട്ട് പിരിച്ച സമ്പത്ത് മുഴുവൻ അദ്ദേഹം ഒരു സ്ഥലത്ത് അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ നാട്ടുകാരെയും കൂട്ടി അദ്ദേഹം രഹസ്യമായിട്ടുള്ള ഒരു സങ്കേതത്തിലേക്ക് പോവാൻ. ആ രഹസ്യമായിട്ടുള്ള സങ്കേതത്തിൽ അവിടെ 7 വലിയ ഭരണി നിറയെ സ്വർണവും വെള്ളിയെല്ലാം കുടിച്ചിട്ടിരിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു. അതായത് അത്രയും കാലം അവരിൽ നിന്നും പല പേരും പറഞ്ഞ് പിരിച്ചെടുത്ത ആ പണം മുഴുവൻ ഈ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ ആദ്യ ഗുരുനാഥൻ അവിടെ രഹസ്യമായിട്ട് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആളുകൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയും കാലം തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അത് അറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും സംസ്കരിക്കാതെ അദ്ദേഹത്തിന്റെ ആ മൃതദേഹം അവർ കുരിശിലേറ്റി എറിഞ്ഞ് അതിനെ പ്രതികാരം തീർത്തു എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. അപ്പൊ ആ പ്രധാനപ്പെട്ട വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്, പകരം ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിന് പകരമായിട്ട് അദ്ദേഹം അവർക്കിടയിൽ നിന്ന് വളരെ നല്ലൊരു മനുഷ്യനെ അവർ തെരഞ്ഞെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം
വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനെ അവർ ആ പദവിയിലേക്ക് അവർ പുതുതായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ പഠനം തുടരുകയാണ്. അദ്ദേഹത്തെ പോലെ മതഭക്തിയും അതേപോലെ തന്നെ പരലോക ചിന്തയും അതേപോലെ തന്നെ ഇഹലോക വിരക്തിയുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അതായത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ലോകത്ത് കണ്ട ഒരു മുസ്ലിമിനെ കാണുന്നതിന് മുമ്പ് ലോകത്ത് കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹമായിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു. കഴിയുന്ന അത്ര അദ്ദേഹത്തിൽ നിന്നും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തു എന്നുള്ള. അപ്പൊ ഇത് രണ്ടാമത്തെ ഗുരുനാഥനാണ്. ആദ്യത്തെ ഗുരുനാഥന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ഗുരുനാഥനാണ്. അങ്ങനെ അവസാനം കാലങ്ങൾ പിന്നിട്ടു. ഈ മനുഷ്യൻ, അതായത് രണ്ടാമത്തെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ടീച്ചർ, അദ്ദേഹം മരണാസന്നനായ മരണക്കിടക്കയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അതീവ ദുഃഖത്തോടുകൂടെ തന്റെ ഗുരുനാഥന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാം എന്റെ അവസ്ഥ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇത്രയും കാലം ഞാൻ ഈ സത്യത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ അള്ളാഹുവിന്റെ അലംഘനീയമായിട്ടുള്ള വിധിക്ക് നിങ്ങൾ വിധേയനാകാൻ പോവാണ്, അതായത് നിങ്ങൾ മരണപ്പെടാൻ പോവാണ്. അപ്പൊ നിങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് എന്റെ കാര്യത്തിൽ, അതായത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇനി തുടർന്ന് എന്റെ മുന്നോട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് വല്ല ഉപദേശവും നൽകണം. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കുക. അതായത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗുരുനാഥൻ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബുനൈ, എന്റെ പൊന്നു മോനെ, മാ അലമു അഹദൻ യൗമ അലാ മാ കുൻതു അലൈഹി, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു വിശ്വാസത്തിൽ, ഇതേ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന കൂടുതൽ ആളുകളൊന്നും എനിക്കറിയില്ല. ലഖദ് ഹലക്കന്നാസ് വബദ്ദലു വതറക്കു അക്സറു മാ കാനു അലൈഹി, നമ്മൾ ജീവിച്ചുകൊള്ളുന്ന അല്ലെങ്കിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ തത്വങ്ങളെല്ലാം ജനങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതായത് യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ അത് ജനങ്ങൾ അധികവും മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ലാ റജുലംബി മൂസിൽ, ഒരു മനുഷ്യനെ എനിക്കറിയാം, മൂസിൽ എന്നറിയപ്പെടുന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം, ഫഹു അലാമ കുൻതു അലൈഹി, നമ്മൾ നിലകൊള്ളുന്ന ആ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരാളെ എനിക്കറിയാം, മൂസിലുള്ള എൻ്റെ ഒരു സുഹൃത്ത്. ആ സുഹൃത്തിലേക്കാണ് ഇനി പോകേണ്ടത്. അദ്ദേഹത്തെ നീ ഗുരുനാഥനായിട്ട് സ്വീകരിക്കുക. അദ്ദേഹം നമ്മൾ ഈ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ബാക്കിയുള്ളതെല്ലാം ജനങ്ങൾ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫവൈലുൽ ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വയം കരങ്ങൾ കൊണ്ട് വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി അള്ളാന്റെ പേരിൽ ആരോപിക്കപ്പെട്ട വേദക്കാരുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കൊടുക്കുന്നത്? അതിന് അവരുടെ പക്ഷത്തുള്ള ഒരു സാക്ഷിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഈ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥൻ അദ്ദേഹത്തിന് മൂസിലുള്ള തന്റെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ തന്റെ ഒരു അനുയായി അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. ആ ഗുരുനാഥന്റെ ഉപദേശം കേട്ട് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥന്റെ മരണശേഷം, അതായത് ഇയാളുടെ മരണശേഷം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മൂസിലിലേക്ക് യാത്രയാവുകയാണ്. അദ്ദേഹം അവസാനമായിട്ട് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു തന്റെ തന്റെ മൂന്നാമത്തെ ഗുരുനാഥനെയും അന്വേഷിച്ച് ഷ്യാമിൽ നിന്നും മൂസിലിലേക്ക് യാത്രയാവുകയാണ്. മൂസിൽ എന്നുള്ളത് മോഡേൺ ഇറാഖിലുള്ള ഒരു പ്രവിശ്യയാണ്. അപ്പൊ ഷ്യാം ടു ഇറാഖ് എന്നുള്ള ചെറിയ ദൂരമല്ല, മറിച്ച് ഏകദേശം ചരിത്ര ഗ്രന്ഥങ്ങൾ 750-800 കിലോമീറ്ററുകൾ അദ്ദേഹം താണ്ടേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഫ്ലൈറ്റും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം ഒട്ടകപ്പുറത്തും മറ്റുമായിട്ട് സുദീർഘമായിട്ട് ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്യേണ്ടതുണ്ട്. അത്രയും സുദീർഘമായിട്ടുള്ള യാത്രയെല്ലാം ചെയ്ത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഷ്യാമിൽ നിന്നും മൂസിലെത്തി അദ്ദേഹം തന്റെ ആദ്യത്തെ ഗുരുനാഥൻ പറഞ്ഞ ആ വ്യക്തിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ കീഴിൽ പഠനം തുടരുകയാണ്. ആ മൂന്നാമത്തെ ഗുരുനാഥന്റെ കീഴിൽ പഠനം തുടർന്നു. ഒരുപാട് കാലങ്ങൾ പിന്നിട്ടു. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹവും നല്ല മനുഷ്യനായിരുന്നു, വളരെ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു ഇദ്ദേഹവും. അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ഒരുപാട് കാലം പഠിച്ചു. ഒരുപാട് കാലങ്ങൾ പിന്നിട്ട സന്ദർഭത്തിൽ അദ്ദേഹവും ഇതേ രൂപത്തിൽ മരണാസന്നനായി. അദ്ദേഹം മരിക്കാൻ പോവാണ്. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഞാൻ ഇനി ചെയ്യുക? നിങ്ങളുടെ കാലശേഷം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് സഞ്ചരിക്കുക? കൃത്യമായിട്ടുള്ള വല്ല നിർദ്ദേശവും നിങ്ങൾ തരണം. ഞാൻ എങ്ങനെയാണ് ഇനി സഞ്ചരിക്കേണ്ടത്? അതായത് എവിടെ നിന്നാണ് ഇനി ഞാൻ കൂടുതൽ പഠിക്കേണ്ടത്? ആ സന്ദർഭത്തിൽ ആ ഗുരുനാഥൻ, മൂന്നാമത്തെ ഗുരുനാഥൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന പദങ്ങൾ. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, വല്ലാഹി മാ അലമു റജുലൻ അലാ മിസ്ലിമ കുന്ന അലൈഹി, നമ്മൾ സ്വീകരിച്ച,
നമ്മൾ സ്വീകരിച്ച നമ്മൾ നിലകൊള്ളുന്ന ആ ഒരു ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ കൂടുതലൊന്നും എനിക്കറിയില്ല. എല്ലാ റജുലം ബി നിസ്വീബീൻ, നിസ്വീബീൻ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം നമ്മൾ സ്വീകരിക്കുന്ന ഈ ഒരു ആദർശത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിലേക്കാണ് അടുത്തതായിട്ട് നീ പോകേണ്ടത്, അദ്ദേഹത്തിന്റെ കീഴിലാണ് നീ അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അദ്ദേഹം നമ്മുടെ ഈ ഒരു ആദർശം നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഇപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അതായത് ഈ ഗുരുനാഥന്റെ മരണശേഷം ആ നിർദ്ദേശം സ്വീകരിച്ച് തന്റെ അടുത്ത ഗുരുനാഥനെ, 4ാമത്തെ ഗുരുനാഥനെ തേടിക്കൊണ്ട് നിസ്വീബിനിലേക്ക് യാത്രയാവുകയാണ്. നിസ്വീബിൻ എന്നുള്ളത് മോഡേൺ തുർക്കിയിലുള്ള ഒരു പ്രദേശമാണ്. നിസ്വീബിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിസിബിസ് എന്ന് പറയും. നിസിബിസ് എന്നുള്ളത് മറ്റൊരു കാര്യം, സാന്ദർഭികമായിട്ട് ഇന്ന് ലോകത്ത് ക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ ഏറ്റവും പഴയ ഒരു ക്രിസ്ത്യൻ ചർച്ച് നിലകൊള്ളുന്ന പ്രദേശം കൂടെയാണ് നിസിബിസ്. അതായത് ലോകത്ത് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചർച്ച് നിലകൊള്ളുന്ന നിസിബിസിലാണ്. ചർച്ച് ഓഫ് സെയിന്റ് ജേക്കബ് എന്ന പേരിലൊരു ചർച്ച് അവിടെയുണ്ട്. AD 313 നിർമ്മിച്ചിട്ടുള്ളത്. ചിന്തിച്ചു നോക്കുക, AD 313. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇന്നും ചരിത്രശേഷിപ്പായിട്ട് ഇന്നും ഈ ഡേറ്റ് വരെ അതേ രൂപത്തിൽ അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി ക്രൈസ്തവ സഞ്ചാരികൾ അവിടെ അത് ടൂറിസ്റ്റായിട്ട് അവിടെ പോകാറുണ്ട്. അതായത് അവർ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രം കൂടെയാണ്. ലോകത്തെ ഏറ്റവും പുരാതനമായിട്ടുള്ള ചർച്ച് അവിടെയാണ് നിലകൊള്ളുന്നത്. AD 313 നിർമ്മിച്ച ചർച്ച്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ, അതായത് ഈ ഗൂഗിളിൽ ചർച്ച് ഓഫ് സെയിന്റ് ജേക്കബ് നിസിബിസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാരുടെ നിഗമനം അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട്, അക്കാലഘട്ടത്തിൽ ഈ നോസ്റ്റിക് ക്രിസ്ത്യൻസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം കൂടെയായിരുന്നു നിസിബിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അള്ളാഹു അലം, ചില നിഗമനങ്ങൾ മാത്രമാണ്, ഒരു പക്ഷേ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിസിബിസിൽ എത്തിച്ചേർന്നത് ഈ ഒരു ചർച്ചിലേക്കായിരിക്കാം. സുബ്ഹാനല്ലാഹ്. അതായത് ഇന്നും അവിടെ അവശേഷിക്കുന്ന ആ ചർച്ചിന്റെ ഏതെങ്കിലും ഒരു മുറിയിലായിരിക്കാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു സമയം ചെലവഴിച്ച്. അള്ളാഹു അലം, ചില നിഗമനങ്ങൾ മാത്രമാണ്. ഏതായിരുന്നാലും ആ നിസിബിസിലെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ എത്തി. അവിടെ തന്റെ 5ാമത്തെ ഗുരുനാഥനോടൊപ്പം അദ്ദേഹം അവിടെ പഠനം തുടരുകയാണ്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ കാലങ്ങൾ പിന്നിട്ടു, അദ്ദേഹവും മരണാസന്നനായി. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ, അദ്ദേഹം അവസാനമായിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പോയിട്ട് പറഞ്ഞു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളും ഇതേ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നിങ്ങൾ യാത്രയാവുകയാണ്, എന്റെ മുന്നോട്ടുള്ള വഴി നിങ്ങൾ നിർദ്ദേശിക്കണം. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതേ സംസാരം അദ്ദേഹം ആവർത്തിക്കാൻ. നമ്മൾ നിലകൊള്ളുന്ന നമ്മുടെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ ലോകത്ത് ഏകദേശം അപ്രത്യക്ഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരേ ഒരാളുള്ളത് അമ്മൂറിയ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തിലേക്കാണ് നീ അടുത്തതായിട്ട് പോകേണ്ടത്. അങ്ങനെ അടുത്ത സ്ഥലമായിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നിർദ്ദേശിച്ചത് അമ്മൂറിയ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അമ്മൂറിയ അല്ലെങ്കിൽ അമോറിയം എന്നറിയപ്പെടുന്ന പ്രദേശം ഗ്രീക്കിലുള്ള സ്ഥലമാണ്. അതായത് ഇന്നത്തെ മോഡേൺ ഗ്രീസിലുള്ള സ്ഥലമാണ് അമോറിയം മറ്റൊരു കാരണത്താൽ പ്രസിദ്ധമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടികളെല്ലാം നിരന്തരം വായിക്കാറുള്ള ഈസോപ്പ് കഥകൾ. ഈസോപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുണപാഠ കഥകൾ. ആ ഈസോപ്പിന്റെ നാട് കൂടെയാണ് അമോറിയം. ആ അമോറിയത്തിലേക്കാണ് അടുത്തതായിട്ട് ഈ ഗുരുനാഥൻ ഈ സൽമാൻ ഫാരിസിയെ റെഫർ ചെയ്യുന്നത്. അത്ഭുതം എന്താന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, തന്റെ 6ാമത്തെ ടീച്ചറെ തേടിക്കൊണ്ടാണ് സൽമാൻ ഫാരിസി അങ്ങോട്ട് പോകുന്നത്. അത്ഭുതം എന്താന്ന് വെച്ചാൽ, അവസാനമായിട്ട് അദ്ദേഹം എത്തിച്ചേരുന്ന ഒരു പ്രദേശം അറേബ്യയോട് ഏറ്റവും അടുത്തിരിക്കുന്ന പ്രദേശം കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. ഏത് രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് അടുപ്പിക്കുന്ന ഓരോ പോയിന്റുകൾ ചിന്തിച്ചു നോക്കുക. യാത്ര ചെയ്ത് അവസാനം അദ്ദേഹം അതായത് തന്റെ സത്യത്തിലേക്ക് എത്തിച്ചേരുന്ന, അതായത് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് അവിടെ എത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ആ തവക്കുൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സത്യം കണ്ടെത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ അതിയായിട്ടുള്ള ആഗ്രഹം മറ്റൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നില്ല. അദ്ദേഹം ആ സത്യം നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അദ്ദേഹം അമ്മൂറിയയിലെത്തി. അവിടെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗുരുനാഥനെ കണ്ടു. അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം വീണ്ടും പഠനം തുടരുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ, അമൂരിയയിൽ എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവിടെ എത്തിയ സന്ദർഭത്തിൽ ഞാൻ അവിടെ വെച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഒരല്പം സമ്പാദിക്കാനെല്ലാം തുടങ്ങി. കാരണം അത്രയും കാലം അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം ക്രിസ്ത്യൻ മഠങ്ങളിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വേണ്ട ഭക്ഷണവും വസ്ത്രവും എല്ലാം അവർ ഫ്രീ ആയിട്ട് നൽകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും സ്വയം അതിന്റെ മാർഗങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും ഇല്ലാതിരുന്നിട്ടും അമൂരിയയിൽ വെച്ചിട്ട് ഒഴിവ് കിട്ടുന്ന സമയം ഞാൻ പുറത്തുപോയി അധ്വാനിച്ച് ഒരല്പം സമ്പാദ്യമെല്ലാം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി. നിരവധി കാലികളെയും ആടുകളെയും അതേപോലെ തന്നെ പശുക്കളെയെല്ലാം ഞാൻ വാങ്ങി. എന്നാൽ അദ്ദേഹം
ഈ ഒരു പ്രദേശത്ത്, അതായത് അമൂരിയയിൽ ഒരുപാട് കാലം ജീവിച്ചു. അവസാനം തന്റെ 6ാമത്തെ ഗുരുനാഥനും അദ്ദേഹവും മരണാസന്നനായ സന്ദർഭത്തിൽ അതേ ചോദ്യം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആവർത്തിക്കാൻ. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട, ഈ ഒരു സന്ദർഭത്തിലും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇതുവരെ തൃപ്തനല്ല എന്നുള്ളതാണ്. മനസ്സിന് തൃപ്തികരമായിട്ടൊരു വിശ്വാസം അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ മനസ്സ് തൃപ്താകൂ. അപ്പൊ ആ ഒരു സത്യത്തിലേക്ക്, അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സത്യത്തിലേക്ക് ഇതുവരെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തെ വിജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, അദ്ദേഹം അത്രയേറെ ആഴത്തിൽ വിജ്ഞാനത്തെ പഠിക്കണമെന്ന്, വീണ്ടും വീണ്ടും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കഥയിൽ ഉടനീളം നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിലുള്ള ത്വാലിബുൽ ഇൽം, അതായത് വിജ്ഞാനദാഹികൾ, വിജ്ഞാനം തേടുന്ന ആളുകളുടെ ഒരു സൈന് കൂടെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ കാണുന്നത്. ഒരിക്കലും, അതായത് വിജ്ഞാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ അവരൊരിക്കലും സംതൃപ്തമാവില്ല. നമ്മൾ പറയാറുണ്ട്, എഡ്യൂക്കേഷൻ ബിഗിൻ ഇൻ വൂം എൻഡ് ഇൻ ടോംബ്. അതായത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ് നമ്മുടെ വിജ്ഞാനം ആരംഭിക്കുന്നത്, വിജ്ഞാനം നമ്മൾ നേടാൻ ആരംഭിക്കുന്നത്. അത് അവസാനം ഖബറിലെത്തുന്ന സന്ദർഭത്തിൽ മാത്രമേ അത് അവസാനിക്കൂ എന്നുള്ള. അതായത് സത്യാന്വേഷികളായിട്ടുള്ള അല്ലെങ്കിൽ വിജ്ഞാനദായികളായിട്ടുള്ള ആളുകൾ അവർ ഒരിക്കലും തൃപ്തരാകില്ല. നിരന്തരം അവര് അത് തേടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ സത്യാന്വേഷികളായിട്ടുള്ള ആളുകൾ ആ സത്യത്തിൽ എത്തുന്നത് വരെ അവർ തൃപ്തരാകില്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിരന്തരം ആ സത്യത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 6ാമത്തെ ടീച്ചർ, അദ്ദേഹത്തിന്റെ 6ാമത്തെ ഗുരുനാഥൻ മരണപ്പെടാനായ സന്ദർഭത്തിൽ അദ്ദേഹം അതേ ചോദ്യം ആവർത്തിച്ചു, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി പ്രത്യേകം ശ്രദ്ധിക്കുക. 6ാമത്തെ ഗുരുനാഥൻ പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു വിശ്വാസത്തിൽ ഇനി ഭൂമുഖത്ത് ആരെങ്കിലും അവശേഷിക്കുന്നതായിട്ട് എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, അതായത് നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിട്ട് ഇനി ഈ ഭൂമിയിൽ ആരെങ്കിലും അവശേഷിക്കുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ നീ വിഷമിക്കേണ്ട മകനെ, നീ വിഷമിക്കേണ്ടതില്ല. ഇബ്രാഹിമിന്റെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇബ്രാഹിം നബിയുടെ അല്ലെങ്കിൽ അബ്രഹാം പ്രവാചകന്റെ യഥാർത്ഥ മതവുമായിട്ട് ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മബ്ഊസും ബിദീനി ഇബ്രാഹിം, ദീനി ഇബ്രാഹിം എന്നാ പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചേർത്തിട്ടല്ല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് വിവരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അബ്രഹാം പ്രവാചകന്റെ ആ മതവുമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചിക്കപ്പെട്ട ഒരു ദൂതന്റെ ആഗമന സന്ദർഭം അല്ലെങ്കിൽ ആഗമന സമയം ഏകദേശം ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൂതനെ, അതായത് നീ ആ ദൂതനിലേക്ക് നീ എത്തിച്ചേരണം. അദ്ദേഹത്തിലൂടെ യഥാർത്ഥത്തിലുള്ള സത്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ആ ദൂതന്റെ ആഗമന സമയം പോലും അവർക്കറിയാം. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ആ ദൂതന് വരുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കുക? അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞു, ചില അടയാളങ്ങൾ ഞാൻ തരാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വരുന്നത്, അതായത് ഈ അവസാനത്തെ അന്തിമനായിട്ടുള്ള ഈ ദൂതൻ കടന്നു വരുന്നത് ഈന്തപ്പനയുടെ നാട്ടിലായിരിക്കും. അതാണ് ഒന്നാമത്തെ ക്ലൂ ആയിട്ട് സ്ഥലത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ക്ലൂ നൽകിയത്. രണ്ടാമതായിട്ട് പറഞ്ഞു, അർളി ബൈന ഹറത്തൈൻ, അദ്ദേഹം വന്നു ചേരുന്നത് 2 പാറകൾക്കിടയിലുള്ള അല്ലെങ്കിൽ 2 അഗ്നിപർവ്വത പാറകൾക്കിടയിലുള്ള ഒരു പ്രദേശത്തായിരിക്കും അദ്ദേഹം വന്നു ചേരുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ഏതാണ് ആ പ്രദേശം? 2 ഈന്തപ്പനകളുടെ നാട് നമുക്കറിയാം, അറേബ്യ. അതേപോലെ തന്നെ പാറകൾക്കിടയിലുള്ള ബൈന ഹറത്തൈൻ, ഇന്നും മദീനയിൽ നമ്മൾ പോയാൽ ഹറ ഷർഖിയ, ഹറ ഗർബിയ, 2 പാറകൾക്കിടയിലുള്ള പ്രദേശം അത് തന്നെയാണ് മദീന. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്തെത്തുന്ന ആ ഒരു പ്രദേശം, അതായത് മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തുമെന്നുള്ള വിവരം പോലും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വേദക്കാർക്ക്, അതായത് യഥാർത്ഥത്തിലുള്ള ആ വേദ സന്ദേശം, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനത്തിൽ അടിയുറച്ച് യഥാർത്ഥ സന്ദേശത്തിൽ നിലകൊണ്ട ആളുകൾക്ക് അറിയാമായിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും, പ്രവാചകന് പോലും ഹിജറ ചെയ്യേണ്ട ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള ധാരണ അവസാന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ആളുകൾക്ക്, അതായത് അവിടെ ജീവിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ അധ്യാപനം പിൻപറ്റുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു മദീനയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള വിവരം. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടത്, അദ്ദേഹം സംസാരം ആരംഭിക്കുന്നത്, മകനെ, യാ ബുനയ്യ, നമ്മൾ നിലകൊള്ളുന്ന ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളും ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്നുള്ള. ആ സന്ദർഭത്തിലും റോമിലെ ക്രിസ്ത്യാനിറ്റി ഏറ്റവും പ്രബലം അതായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, റോമിലെ ക്രൈസ്തവരല്ല, യഥാർത്ഥത്തിൽ
റോമൻ ക്രിസ്ത്യാനിറ്റി, അതായത് അവിടെ ഉണ്ടായിരുന്ന കാത്തലിക്സ് ആയിരുന്നില്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ച ന്യൂനപക്ഷങ്ങളായിരുന്നു ഇവർ. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം വരാനിരിക്കുന്നത്, അദ്ദേഹം മദീനയെ സംബന്ധിച്ചുള്ള ചില ക്ലൂ അദ്ദേഹം നൽകി. ചിന്തിച്ചോക്കെ, അറേബ്യയില് അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ പ്രദേശത്ത് തന്നെ, അതായത് ജൂതന്മാര് ജീവിക്കുന്ന അതേ പ്രദേശത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലുള്ള അത്ഭുതം എത്രയാണ്! അള്ളാഹു സുബ്ഹാനഹു വ തആല അറേബ്യയുടെ നിരവധി പ്രവിശ്യകളുണ്ട്, അതൊന്നും തെരഞ്ഞെടുക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ജൂതന്മാര് ജീവിക്കുന്ന ആ മദീന തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ഹിജറ പോകാനുള്ള പ്രവിശ്യയായിട്ട് തെരഞ്ഞെടുത്തു. അതിലുള്ള യുക്തി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് മാത്രമല്ല, ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് മദീനയിലേക്ക് യഥാർത്ഥത്തിൽ നമുക്കറിയാം, നേരത്തെ ഞാൻ സീറയിൽ പറഞ്ഞിരുന്നു, മദീനയിലേക്ക് യഥാർത്ഥത്തിൽ ജൂതന്മാര് അക്കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ജൂതന്മാരുണ്ടായിരുന്നത് യമനിലാണ്. അപ്പൊ യമനിൽ നിന്നും ജൂതന്മാര് പാലായനം ചെയ്ത് മദീനയിലേക്ക് എത്തിയത് ഔസു ഖസ്റജ് എല്ലാം യഥാർത്ഥത്തിൽ യമനിൽ നിന്നും പാലായനം ചെയ്ത് അറേബ്യയിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ അവർ അറേബ്യയിലേക്ക് വരാനുള്ള ഒരു കാരണം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, അതായത് ഇതേ രൂപത്തിൽ ആ നാട്ടിൽ ഒരു പ്രവാചകൻ വരുമെന്നുള്ള സൂചന അവർക്കറിയായിരുന്നു. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ നേരത്തെ കാലത്ത് തന്നെ അഡ്വാൻസ് ആയിട്ട് മദീനയിൽ സെറ്റിലായതെന്നാണ് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ, അതായത് ജൂതന്മാരുടെ ധാരണ എന്താന്ന് വെച്ചാൽ ആ ദേശത്ത് ഞങ്ങൾക്കിടയിൽ നിന്നൊരു പ്രവാചകൻ വരുന്നതായിരുന്നു അവർ ധരിച്ചത്. പക്ഷെ അവരുടെ ധാരണ തെറ്റിച്ചുകൊണ്ട് അറബികൾക്കിടയിൽ നിന്നായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതായിരുന്നു പ്രവാചകനെ സ്വീകരിക്കാൻ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസവും. അപ്പൊ മരണാസന്നനായിരിക്കുന്ന തന്റെ അവസാനത്തെ ഗുരുനാഥൻ, അദ്ദേഹം വരാനിരിക്കുന്ന, അതായത് ഇനി അന്തിമനായിട്ടുള്ള ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിട്ടുണ്ട്. അദ്ദേഹം വരാനിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള ചില ക്ലൂ നൽകുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്ന് അദ്ദേഹം ഈന്തപ്പനയുടെ നാട്ടിലായിരിക്കും വരിക. രണ്ടാമതായിട്ട് പറഞ്ഞത് ബൈന ഹറത്തൈൻ, രണ്ട് പാറകൾക്കിടയിലുള്ള പ്രദേശം, ആ പ്രദേശത്തായിരിക്കും വരിക. ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള 2 ക്ലൂ നൽകുകയാണ്. അതിനുശേഷം ആ ഗുരുനാഥൻ സംസാരം തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതേ രൂപത്തിൽ ഒരാൾ വരുന്ന സന്ദർഭത്തിൽ, മോനെ, അദ്ദേഹം വന്നാൽ അദ്ദേഹം സത്യസന്ധനാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യക്ഷമായിട്ടുള്ള 3 തെളിവുകൾ കൂടെ ഞാൻ നൽകുകയാണ്. അതായത് ഈ 3 തെളിവ് ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. ഈ 3 തെളിവുകൾ നീ അദ്ദേഹത്തിൽ പരിശോധിക്കണം. ഈ 3 തെളിവുകൾ അദ്ദേഹത്തിൽ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പിക്കാം അദ്ദേഹം തന്നെയാണ് വ്യക്തി. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയിൽ കടന്നു വരുന്ന അന്തിമ പ്രവാചകൻ അദ്ദേഹം തന്നെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് നേരത്തെ മറ്റാർക്കും ഇല്ലാത്ത വിവരങ്ങളാണ്. ഇതെല്ലാം അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതായിരിക്കണം കൃത്യമായിട്ട്. സുബ്ഹാനല്ലാഹ്. യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ അത്രയും കൃത്യമായിട്ട് അവർക്ക് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകനിലേക്കുള്ള തെളിവുകൾ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടിരുന്നു. പക്ഷെ അത് പിന്നീട് അവർ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗുരുനാഥൻ അദ്ദേഹത്തിന്, സൽമാൻ ഫാരിസിക്ക് അവസാനമായിട്ട് അദ്ദേഹം 3 തെളിവുകൾ നൽകി. എന്തൊക്കെയാണ് 3 തെളിവ്? പ്രത്യേകമായിട്ട് ഇത് ഓർത്തു വെക്കുക. തുടർന്ന് വരുന്ന പ്രഭാഷണങ്ങൾ, അതായത് ഒരു അല്പം കൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇത് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് ഓർത്തു വെക്കുക. സൽമാൻ ഫാരിസിക്ക് ഗുരുനാഥൻ നൽകിയ 3 തെളിവുകൾ. ഒന്നാമത്തെ തെളിവ് യഅ്കുലുൽ ഹദിയ, അദ്ദേഹം യഅ്കുലുൽ ഹദിയ വലാ യഅ്കുലു സ്വദഖ, അദ്ദേഹം സ്വദഖ ഒരിക്കലും ഭക്ഷിക്കില്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും ദാനമായിട്ട് അദ്ദേഹത്തിന് നൽകിയാൽ അദ്ദേഹം ഒരിക്കലും ഭക്ഷിക്കില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ യഅ്കുലുൽ ഹദിയ, അതേ സന്ദർഭത്തിൽ നിങ്ങൾ സമ്മാനമായിട്ട് ഹദിയായിട്ട് എന്തെങ്കിലും നൽകിയാൽ അദ്ദേഹം ഭക്ഷിക്കും. അതാണ് 2 സൈന്. ഒന്നാമത്തെ സൈൻ, അദ്ദേഹം ഒരിക്കലും സ്വദഖ ഭക്ഷിക്കില്ല. രണ്ടാമത്തെ സൈനായിട്ട് പറഞ്ഞത് ഹദിയായിട്ട്, സമ്മാനമായിട്ട് നിങ്ങൾ എന്തെങ്കിലും നൽകിയാൽ അദ്ദേഹം അത് ഭക്ഷിക്കും. മൂന്നാമത്തെ തെളിവായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ 2 ഷോൾഡറിനിടയിൽ ഖാതമുൻ നുബുവ, ഒരു പ്രവാചകത്വത്തിന്റെ ഒരു മുദ്ര നിനക്ക് കാണാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതാണ് 3 തെളിവുകൾ നൽകിയത്. ഈ തെളിവ് അദ്ദേഹത്തിന് എവിടുന്നാണ് ലഭിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അദ്ദേഹം ക്രൈസ്തവ പുരോഹിതനാണ്. നോസ്റ്റിക് ക്രിസ്ത്യൻസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു മറ്റുള്ള ആളുകൾക്കിടയിൽ ഇല്ലാത്ത നിരവധി വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണം. അതല്ലാതെ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് അവർക്ക് ഇതെല്ലാം പറയാൻ സാധിച്ചത്? 3 തെളിവുകൾ ആ ഗുരുനാഥൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. മൂന്നാമതായിട്ട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അതായത് 2 ഷോൾഡറിനിടയിലുള്ള പ്രവാചകത്വ മുദ്ര. നമ്മൾ സീറയെ സംബന്ധിച്ച് സീറയുടെ ക്ലാസ്സിൽ അതെല്ലാം സൂചിപ്പിച്ചിരുന്നു. മിസ്ല ബൈദുൽ ഹമാമ, അതായത് ഒരു പ്രാവിന്റെ മുട്ടയോളം വലുപ്പമുള്ള ഒരു മുദ്ര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഷോൾഡറിനിടയിൽ ഉണ്ടായിരുന്നു. അതാണ് ഒരു അടയാളമായിട്ട് പറഞ്ഞത്. അപ്പൊ ആ അടയാളങ്ങളെല്ലാം നൽകി ആ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഗുരുനാഥൻ, 6ാമത്തെ ഗുരുനാഥനും
അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്. ചില ഉദ്ധരണ പ്രത്യേക സാന്ദ്രമായിട്ടൊരു കാര്യം, ആറ് ഗുരുനാഥനിൽ എത്തിച്ചേർന്നാണ് ഈ ഒരു ഉദ്ധരണിയിൽ പറയുന്നത്. ചില ഗുരുനാഥൻ അതിലധികവും കാണാൻ സാധിക്കും എന്നുള്ള. ഏതായിരുന്നാലും ആറാമത്തെ തന്റെ അവസാനത്തെ ഗുരുനാഥൻ മരണപ്പെട്ടതോടുകൂടെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ആകാംക്ഷയിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ നിരവധി ക്ലൂ നൽകിയിട്ടുണ്ട്. ഇനി ആ ക്ലൂ വെച്ച് ആളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആദ്യം അദ്ദേഹം നൽകിയ ക്ലൂ പ്രകാരം എവിടെയാണ് ആ സ്ഥലം എന്ന് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. വ്യക്തമായിട്ട് സ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, ചില ക്ലൂ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് ഇവിടെ ചേർത്ത് വായിക്കുക. അമൂരിയ എന്നറിയപ്പെടുന്ന പ്രദേശം അറബ് ദേശത്തോട് ഏറ്റവും അടുത്തൊരു പ്രദേശം കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, അത് മാത്രമല്ല അക്കാലഘട്ടത്ത് ഷ്യാമിലേക്ക് പോയിക്കൊണ്ടിരുന്ന, ശ്യാം എന്നുള്ളത് പ്രധാനപ്പെട്ട അവരുടെ വ്യാപാര കേന്ദ്രമാണ്. അപ്പൊ ഷ്യാമിലേക്ക് പോയിക്കൊണ്ടിരുന്ന അറബ് വ്യാപാരികൾ അല്ലെങ്കിൽ അറബ് കാരവന് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അവരുടെ ഒരു സ്റ്റോപ്പ് കൂടെയാണ് അമൂരിയ. സുബ്ഹാനല്ലാഹ്, ആ കൃത്യസ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെ അദ്ദേഹം നിന്ന് ഒരു ദിവസങ്ങൾക്ക് ശേഷം ആ അതുവഴി അറബ് ദേശത്തു നിന്നുള്ള ഒരു കച്ചവട സംഘം അതുവഴി വരികയാണ്. അറബ് ദേശത്തു നിന്നുള്ള ബനൂ കൽബ് ഗോത്രക്കാരുടെ ഒരു കച്ചവട സംഘം അതുവഴി വന്നു. ബനൂ കൽബ്, അതെ, അവര് മുസ്ലിങ്ങളല്ല. ബനൂ കൽബ് ഗോത്രം പ്രസിദ്ധമാണ്. നമുക്കറിയാം, കൽബ് എന്ന് വെച്ചാൽ നായ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. കാരണം അക്കാലഘട്ടത്തിൽ നായ എന്നുള്ളത് നമുക്കറിയാം വളരെ ശത്രുവിനോട് ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ നായ എന്നുള്ളത് ഒരു ഉശിരിന്റെ ഒരു സൈന് കൂടെയാണ്. ആ ഒരു അർത്ഥത്തിലാണ് അവർ ജാഹിലിയ കാലഘട്ടത്തിൽ സ്വീകരിച്ച പേരാണ്. ധൈര്യത്തിന്റെ പ്രതീകമാണ് നായ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിലാണ് ആ ഗോത്രം അറിയപ്പെടുന്നത്, ബനൂ കൽബ് ഗോത്രം. ആ ഗോത്രം നമുക്ക് മറ്റൊരു കാരണത്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ചാൽ ആ ഗോത്രം പ്രസിദ്ധമാണ്. പിൻകാലഘട്ടത്ത് ആ ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ചില സ്വഹാബികളുണ്ട്. ഒന്നാമതായിട്ട് കടന്നു വരുന്ന നമുക്കറിയാം ദിഹിയ അൽ കൽബി റളിയല്ലാഹു അൻഹു. ദിഹിയ അൽ കൽബിയുടെ ചരിത്രം ഞാൻ നേരത്തെ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നു. പല സന്ദർഭത്തിലും ദിഹിയ അൽ കൽബി അക്കാലഘട്ടത്തെ യൂസുഫ് എന്ന് അവർ വിളിച്ചിരുന്ന വ്യക്തിയാണ്. അതിസുന്ദരനായിട്ടുള്ള സ്വഹാബിയായിരുന്നു. പല സന്ദർഭത്തിലും ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ മനുഷ്യരൂപം പ്രാപിക്കുന്ന സന്ദർഭത്തിൽ ദിഹിയ അൽ കൽബിയുടെ രൂപമായിരുന്നു പ്രാപിച്ചത്. അതെല്ലാം നേരത്തെ ആ ലെക്ചറിൽ ഞാൻ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാകും. ഈ ദിഹിയ അൽ കൽബി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ബനൂ കൽബ് ഗോത്രക്കാരനാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രമുഖനായിട്ടുള്ള സ്വഹാബി, അതേ ഗോത്രത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രമുഖനായിട്ടുള്ള സ്വഹാബിയാണ് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി. അതെല്ലാം ബനൂ കൽബ് ഗോത്രക്കാരാണ്. പിൻകാലഘട്ടത്ത് അവർ ഇസ്ലാമിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ആ ബനൂ കൽബ് ഗോത്രക്കാരുടെ ഒരു കാരവൻ, ഒരു യാത്രാ സംഘം അമൂരിയ വഴി കടന്നു പോവാണ്. അപ്പൊ അവരെ കണ്ട സന്ദർഭത്തിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥൻ നൽകിയ ക്ലൂ എല്ലാം അവർക്ക് നൽകിയിട്ട് ചോദിച്ചു, ഈ രൂപത്തിൽ, അതായത് ഈന്തപ്പനയും നിരവധി പാറകളെല്ലാം ഉള്ള ഒരു നാട് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ നാട് അത് ഞങ്ങൾക്കറിയാം, അത് അറേബ്യയെ സംബന്ധിച്ചാണ് അത് പറഞ്ഞത്. അറേബ്യ, നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാം ഏകദേശം ഒത്തുവരുന്നത് അറേബ്യയാണ്. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ എന്നെയും നിങ്ങളെ കൂടെ കൂട്ടോ, നിങ്ങൾക്ക് ഞാൻ വേണ്ടത്ര പണം തരാമെന്ന് അദ്ദേഹം പറയാൻ. സുബ്ഹാനല്ലാഹ്, ആ സന്ദർഭത്തിൽ അവര് സമ്മതിക്കുകയും ചെയ്തു. കാരണം പണം കിട്ടിയാൽ എന്താണ് സ്വീകരിക്കാൻ പ്രയാസം. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അത്രയും കാലം അദ്ദേഹം സമ്പാദിച്ച അദ്ദേഹത്തിന്റെ ആടുകളും പശുക്കൾ അതെല്ലാം അവർക്ക് അദ്ദേഹം നൽകുകയാണ്. ആ പ്രദേശത്തേക്ക് അതിനുള്ള പണമായിട്ട് അദ്ദേഹം നൽകിയെന്നുള്ള. അങ്ങനെ അദ്ദേഹം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവരോടൊപ്പം അറേബ്യയിലേക്ക് യാത്രയാവുകയാണ്. അവരോടൊപ്പം യാത്ര ചെയ്തു. പക്ഷേ ആ സംഘം, അതായത് ഈ ബനൂ കൽബ് ഗോത്രക്കാർ ഒരു വലിയ ചതി ഒപ്പിച്ചു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ യാത്രാ സംഘം വാദി അൽ ഖുറ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തെത്തിയ സന്ദർഭത്തിൽ അവർ വാക്കുമാറി. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും കാലും കെട്ടി അവരടിമയായിട്ട് അവർ വിൽക്കാൻ വേണ്ടി ആ ചരക്കുകളോടൊപ്പം വെച്ചു. മുഴുവൻ സമ്പത്തും അവർ മോഷ്ടിച്ചു. അതോടൊപ്പം അവര് അടിമയായിട്ട് അദ്ദേഹത്തെ കെട്ടി ആ യാത്രാ സംഘത്തോടൊപ്പം വെച്ചു എന്നുള്ളതാണ്. ചിന്തിച്ചു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ജാഹിലിയ കാലാണ്, എല്ലാം ഗോത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ അഡ്രസ്സ് എന്നുള്ളത് നിങ്ങളുടെ ഗോത്രമാണ്. അപ്പൊ ചോദിക്കാനും പറയാനും ആളില്ലാത്ത സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗോത്രക്കാരനൊന്നല്ല. അപ്പൊ അദ്ദേഹത്തെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഒരാളും ചോദിക്കാൻ വരില്ല. ഇന്നത്തെ പോലെ പോലീസും പട്ടാളവും നിയമങ്ങളൊന്നും ഇല്ലാത്ത കാലാണ്. തോന്നിയ പോലെ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു കാലം. അപ്പൊ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവരടിമയായിട്ട് പിടിച്ച് അദ്ദേഹം ആ സന്ദർഭത്തിലും ക്ഷമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ തവക്കുൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ
തനിക്ക് വരാനിരിക്കുന്ന, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള, സത്യത്തിൽ എത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ അതിയായ വിശ്വാസം. അപ്പൊ നിങ്ങൾ ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ല, ഇസ്ലാമിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഈ രൂപത്തിലുള്ള ഒരു തവക്കുൽ അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാം മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്, നമുക്ക് ഇതേ രൂപത്തിലുള്ള ഒരു വിശ്വാസം നമ്മുടെ മതത്തെക്കുറിച്ച് ഉണ്ടോ എന്നുള്ള. അതേപോലെ തന്നെ അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മറ്റൊരു സാന്ദർഭികമായിട്ട് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ, എന്റെ സഹോദരങ്ങളെ, എന്റെ ഇഖ്വാനുകളെ കാണാൻ ഞാൻ അതിയായി ഇഷ്ടപ്പെടുന്നു. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, നഹ്നു യാ റസൂലുള്ളാഹ്, നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത്? ഞങ്ങളല്ലേ നിങ്ങളുടെ ഇഖ്വാൻ? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലാ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, നിങ്ങളെയല്ല, എന്റെ ഇഖ്വാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ശേഷം, പ്രത്യേകം ശ്രദ്ധിക്കുക, മനോഹരമായിട്ടുള്ള ഹദീസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ശേഷം എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചില ആളുകൾ വരും. അവർ എന്നെ കാണാൻ വേണ്ടി, എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടി കൊതിക്കുന്ന ആളുകൾ, അവരതിനായി എന്തും ത്യജിക്കാൻ സന്നദ്ധാകുന്ന ആളുകൾ. അതായത് എന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് അവസാനം എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി എല്ലാം നിസ്സാരമായിട്ട് ത്യജിക്കുന്ന ചില ആളുകൾ, അവരെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെയല്ല. അതായത് അവസാന നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ കാലശേഷമാണ് ഹദീസിൽ പറയുന്നതെങ്കിൽ പ്രവാചകന്റെ മുമ്പേ ഇതേ രൂപത്തിൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, അക്ഷരാർത്ഥത്തിൽ ആ ഹദീസാണ് സൽമാൻ ഫാരിസിയുടെ യാത്രയിൽ നമ്മൾ കാണുന്നത്. ചിന്തിച്ചു നോക്കുക, ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ഒരിക്കൽ പോലും കാണാത്ത ആ വ്യക്തിയിലേക്ക് ഇത്രയേറെ ആവേശത്തോടു കൂടെ സൽമാൻ ഫാരിസി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപരിചിതനായിട്ടുള്ള ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ പ്രവാചകനിലേക്ക് എത്തിച്ചേരാനുള്ള അദ്ദേഹത്തിന് അടങ്ങാത്ത ആഗ്രഹം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഏതായിരുന്നാലും ആ യാത്രാസംഘം അറബ് ദേശത്ത്, അതായത് ആ യാത്രാസംഘം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അടിമയാക്കി അവസാനം അറബ് ദേശത്തുള്ള ഒരു ജൂത ഗോത്രത്തിന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിറ്റു. ആ പണം മുഴുവൻ അവരെടുത്തു, അതിന് കൂടെ അടിമയാക്കി അദ്ദേഹത്തെ വിൽക്കുകയും ചെയ്തു. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അടുത്ത പോയിന്റിലേക്ക് അദ്ദേഹം കടക്കണം. അതായത് ഒരാളുടെ കീഴിൽ അടിമയായിട്ട് ജീവിക്കേണ്ടി വരാൻ, അറബ് ദേശത്തുള്ള ഒരാളുടെ കീഴിൽ അടിമയായിട്ട് ജീവിക്കേണ്ടി വരാൻ. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അതായത് എവിടെ നിന്നാണ് യാത്രയുടെ ആരംഭം? അതായത് ഞാൻ നേരത്തെ തുടക്കത്തിലാണ് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പേർഷ്യയിലെ ഏറ്റവും വലിയൊരു ദിഹ്ഖാൻ, അവിടെയുള്ള ഏറ്റവും വലിയൊരു ജമ്മി, നിരവധി സമ്പന്നനായിട്ടുള്ള ഒരു പിതാവിന് പിറന്ന പുത്രനാണ്. ആ യാത്രയുടെ അവസാനത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ മറ്റൊരാളുടെ അടിമയായിട്ട് വരെ കാലങ്ങളോളം ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വന്നു. പക്ഷേ ആ സന്ദർഭത്തിലും അദ്ദേഹം തളർന്നില്ല എന്നുള്ള, സത്യത്തിൽ എത്തിച്ചേരുമെന്നുള്ള അടിയുറച്ച വിശ്വാസം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂതന്റെ കീഴിൽ അദ്ദേഹം ഒരുപാട് കാലം ജോലി ചെയ്തു. അതിനുശേഷം ആ ജൂതൻ, അദ്ദേഹത്തിന്റെ ഒരു ബന്ധു മദീനയിലെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ജൂതന്റെ ഒരു ബന്ധു, അദ്ദേഹം മദീനയിലുള്ള ബനൂ ഖുറൈള ഗോത്രക്കാരനായിട്ടൊരു ഒരു ബന്ധു അദ്ദേഹത്തെ സന്ദർശിച്ച സന്ദർഭത്തിൽ ഈ സൽമാൻ ഫാരിസി അദ്ദേഹം ഇയാൾക്ക് നൽകി. സുബ്ഹാനല്ലാഹ്, അതായത് ഈ ജൂതൻ അദ്ദേഹത്തെ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തന്റെ ബന്ധുവിന് വിൽക്കുകയാണ്. ആ ബന്ധു മദീനയിലുള്ള ബനൂ ഖുറൈള ഗോത്രക്കാരനായിരുന്നു. കൃത്യസ്ഥലത്തേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര പോയിന്റുകളാണ് പിന്നിട്ടത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ചേരാനുള്ള ആ മണ്ണിലേക്ക് കൃത്യമായിട്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തിച്ചേരാൻ. ആ സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം എന്നെയും എടുത്ത് മദീനയിലേക്ക്, അതായത് മദീനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, എന്നെയും എടുത്ത് അദ്ദേഹം യാത്രയിൽ ആ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കൗതുകത്തോടു കൂടെ നോക്കുകയാണ്. കാരണം ആ പറയപ്പെട്ട ക്ലൂ അതല്ല, ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടെ ആ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ. അവസാനം അദ്ദേഹം തിങ്ങി നിറഞ്ഞ ആ ഈത്തപ്പന മരങ്ങളെല്ലാം കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കും, ഒരുപക്ഷെ ഇതായിരിക്കും. ഒരല്പം കൂടെ പോയ സന്ദർഭത്തിൽ അദ്ദേഹം വലിയ 2 പാറകൾ, അർളു ബൈന ഹറത്തൈൻ, രണ്ടാമത്തെ പ്രവചനം, സുബ്ഹാനല്ലാഹ്, ആ വലിയ 2 പാറകളും കണ്ട സന്ദർഭത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ആവേശമായി. അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് ആ സ്ഥലം,
ഇത് തന്നെയാണ് എന്റെ ഗുരുനാഥൻ പറഞ്ഞ ആ സ്ഥലം, യാതൊരു സംശയമില്ല, ഇത് തന്നെയാണ് ആ സ്ഥലം എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാവാണ്. ആ ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, മദീന കണ്ട സന്ദർഭത്തിൽ തയഖൻതുഹു, ഉറപ്പായി, എനിക്ക് ഉറപ്പായി ഇത് തന്നെയാണ് ആ സ്ഥലം. അതായത് എന്റെ ഗുരുനാഥൻ എനിക്ക് സൂചിപ്പിക്കപ്പെട്ട സ്ഥലം ഇതാണെന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. ഈ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് മക്കയിലാണ്. മക്കയിൽ പ്രവാചകൻ നുബുവത്തെല്ലാം ലഭിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു കൃത്യം മദീനയിൽ എത്തിച്ചേരുകയാണ്. ഇപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, എന്റെ ഗുരുനാഥന നൽകിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചേർന്നു. ഞാൻ അതിയായി സന്തോഷിച്ചു. എന്റെ സാഹചര്യം എനിക്ക് പ്രതികൂലമായിരുന്നെങ്കിലും, അതാണ് ഹദീസിൽ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് സാഹചര്യം എനിക്ക് സന്തോഷിക്കാനുള്ള വകയൊന്നും തരികയില്ല, കാരണം മറ്റൊരാളുടെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത് ആലോചിക്കുന്ന സന്ദർഭത്തിൽ അതിയായി ഞാൻ സന്തോഷിച്ചു. കാരണം അതായത് ആ പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടുമല്ലോ എന്നുള്ള അതിയായ സന്തോഷം കാരണം എന്റെ സാഹചര്യങ്ങളൊക്കെ ഞാൻ മറന്നു എന്നുള്ള. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, അപാരമായിട്ടുള്ള തവക്കുലാണ് നമ്മളവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാള്, അതായത് യഥാർത്ഥത്തിൽ സത്യം തേടിക്കൊണ്ടിരിക്കുന്ന ആള്, അയാളെ ബാധിക്കുന്ന മുസീബത്തുകളൊന്നും അയാൾ മുസീബത്തുകളായിട്ട് കാണില്ല എന്നുള്ള. ഏറ്റവും വലിയ ദുരന്തങ്ങൾ ബാധിക്കുന്ന സന്ദർഭത്തിലും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അതിൽ ക്ഷമയും പ്രതീക്ഷയും ഉണ്ടാവും. അതാണ് ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ കാണുന്നത്. എത്ര പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്നത്. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ, നമ്മൾ സൂറത്ത് യൂസുഫിന്റെ തഫ്സീർ എടുത്ത സന്ദർഭത്തിൽ പറഞ്ഞ പല കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയും സമാനാണ്. അടിമച്ചന്തയിൽ വിൽക്കുകയാണ്. ആ അടിമച്ചന്തയിൽ വിറ്റത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ആ ഈജിപ്തിന്റെ മന്ത്രിയായി മാറുമായിരുന്നില്ല. അപ്പൊ വലിയ വലിയ അനുഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധ്യമായത് അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയത് കൊണ്ട് മാത്രമാണ്. ആ പ്രതിസന്ധികൾ കടന്നുപോയി അവസാനം വലിയ പദവികളിലേക്ക് എത്തിയിട്ട് നമ്മൾ പ്രതിസന്ധിയിലേക്ക് പിറകിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം നമുക്കൊരു തമാശയായിട്ട് തോന്നുന്നുള്ളൂ. ഇവിടെയും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കഥയിൽ നമ്മൾ അതാണ് കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞ അവിടെ ഏറ്റവും വലിയൊരു പണക്കാരുടെ ധനികനായിട്ടുള്ള ഒരു പിതാവിന് ജനിച്ച് അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് ആ കഥയിലൂടെ അദ്ദേഹം, അതായത് നിരവധി പ്രതിസന്ധികളിലൂടെ അദ്ദേഹം പോവാണ്. ആ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നുപോയിട്ട് അവസാനം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എത്തിച്ചേരാൻ പോകുന്ന പദവി എത്രയാണ്, ആ പദവി എത്രയാണ്, ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വിശദീകരണത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ്, ഈ പ്രതിസന്ധികളെ നോക്കാതെ നമ്മൾ അവസാനത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ആ പദവിയിലേക്ക് എത്തിച്ചേരാനുള്ള ഈ പദവിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളായിരുന്നു ഇതെല്ലാം. മറ്റൊരാളുടെ അടിമയാകേണ്ടി വന്നതെല്ലാം അതിലേക്കുള്ള വഴികളായിരുന്നു. അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. അതൊന്നും ഒരു പ്രതിസന്ധിയായിട്ട് പിന്നീട് അനുഭവപ്പെടില്ല നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നാൽ. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള പാഠം. ആ രൂപത്തിൽ നിരവധി പ്രതിസന്ധികളെല്ലാം സഹിച്ച് അദ്ദേഹം ബനൂ ഖുറൈള ഗോത്രക്കാരന്റെ അടിമയായിട്ട് മദീനയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കീഴിൽ, അതായത് മദീനയിൽ ആ ബനൂ ഖുറൈള ഗോത്രക്കാരന്റെ കീഴിൽ ഞാൻ ഒരുപാട് കാലം ജോലി ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, ആ സമയത്ത് മക്കയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ച് അവിടുത്തെ പീഡനം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം ആ പീഡനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിയതെല്ലാം അല്ലാഹു അലം തീർച്ചയായിട്ടും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വാർത്തയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ അദ്ദേഹം ഈ മണ്ണിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ താൻ ആ ജൂതന്റെ അടിമയായിക്കൊണ്ട് അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുക. എങ്ങനെയാണ് സൽമാൻ ഫാരിസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയത്, എങ്ങനെയാണ് അത് പരിശോധിക്കപ്പെട്ടത്, പിന്നീട് ഇസ്ലാമിൽ എത്തിയതിനു ശേഷം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട പദവികൾ, മനോഹരമായിട്ടുള്ള ആ ഭാഗങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഭാഗത്ത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായിട്ടുള്ള പ്രവാചകന്മാരുടെയും അതേപോലെ തന്നെ സച്ചരിതരായിട്ടുള്ള പ്രവാചകന്റെ അനുയായികളുടെ കൂട്ടത്തെ നാളെ ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.